Academic skills will help you to get a job, but if you want to survive and succeed in it, you need soft skills. ഹാർഡ് സ്കിൽസ് എന്നൊരു സാധനം ഉണ്ടോ? ഒരു ഇൻ്റർവ്യൂ സിനാരിയോയിലേക്ക് വരുന്ന സമയത്ത് റൈറ്റ് ആഫ്റ്റർ എഡ്യൂക്കേഷൻ അവരോട് നമ്മൾ പോയിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നു. ആൻഡ് ദേ ആർ ആസ്ക്ഡ് ടു ബി ദേ ആർ ടോൾഡ് ദാറ്റ് ദേ ആർ ഗോയിങ് ടു ബി അസസ്ഡ് ഫ്രം ദീസ് സ്കിൽസ്. ഈ സോഫ്റ്റ് സ്കിൽസ് എന്നുള്ളത് ശരിക്കും നമ്മുടെ സ്കൂൾ ലെവൽ തൊട്ടേ ആസ് പാർട്ട് ഓഫ് എ കരിക്കുലം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സാധനമല്ലേ? അപ്പോൾ ഇൻട്രോവേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആരാണ് ശരിക്കും? അവർ ഒരു കാലഘട്ടം വരെ ഇതിനെക്കുറിച്ചൊന്നും ആരും സംസാരിക്കാൻ പോലും താല്പര്യപ്പെട്ടിരുന്നില്ല. ഡിസിപ്ലിൻ, മോട്ടിവേഷൻ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മാളവിക. എൻ്റെ പേര് ആദർശ് കെ മാധവ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാംസ്, മാർക്സ്, എഡ്യൂക്കേഷൻ, ഇതൊന്നുമല്ല, മറിച്ച് കമ്മ്യൂണിക്കേഷൻ, സോഫ്റ്റ് സ്കിൽസ് ആൻഡ് അതർ പാരന്റൽ ഗൈഡൻസ് ടിപ്സ്. അതുകൊണ്ട് തന്നെ ഒട്ടും ഡിലേ വരുത്താതെ വി വെൽക്കം യു ഓൾ ടു അവർ ഷോ. നമ്മുടെ ഈ കാലത്ത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വേർഡാണല്ലോ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ സോഫ്റ്റ് സ്കിൽസ് എന്താണെന്നുള്ളത് എല്ലാവർക്കും കുറച്ച് ഡൗട്ട് ഉണ്ട്. ഞാനിത് റിസർച്ച് ചെയ്തപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നൊരു കോട്ട് ഉണ്ട്. അക്കാഡമിക് സ്കിൽസ് വിൽ ഹെൽപ്പ് യു ടു ഗെറ്റ് എ ജോബ്, ബട്ട് ഇഫ് യു വോണ്ട് ടു സർവൈവ് ആൻഡ് സക്സീഡ് ഇൻ ഇറ്റ്, യു നീഡ് സോഫ്റ്റ് സ്കിൽസ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ് ശരിക്കും സോഫ്റ്റ് സ്കിൽസ്? സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് മുതലേ കേട്ടുവരുന്ന ലീഡർഷിപ്പ് ആയിക്കോട്ടെ, ഡിസിഷൻ മേക്കിംഗ് ആയിക്കോട്ടെ, കോൺഫിഡൻസ് ആയിക്കോട്ടെ, പ്രസൻറ്റേഷൻ സ്കിൽസ് ആയിക്കോട്ടെ, ഇങ്ങനെ നമ്മൾ വി ക്യാൻ ഹാവ് എ ലിസ്റ്റ് ഓഫ് ദി സ്കിൽസ്. പക്ഷേ ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ മാളവിക പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ആൻസർ. ഇറ്റ്സ് നോട്ട് ദ സ്കിൽ ദാറ്റ് ഗിവ്സ് യു ദ ജോബ് ഓർ ഗെറ്റ്സ് യു ദ ജോബ്. ഇറ്റ്സ് ദ സ്കിൽ ദാറ്റ് വിൽ ടേക്ക് യു അപ്പ് ദ ലാഡർ. അല്ലെങ്കിൽ നമ്മളെ കരിയറിൽ നമ്മളെ പെട്ടെന്ന് തന്നെ നമുക്ക് മുകളിലേക്ക് കയറി പോകാൻ, നമ്മളെ നോട്ടീസ് ചെയ്യപ്പെടാൻ സഹായിക്കുന്ന സെറ്റ് ഓഫ് സ്കിൽസാണ് സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. ദീസ് ആർ ഇൻ സോഫ്റ്റ് നൗ ഡേയ്സ്. ദ റീസൺ ഇസ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ്, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു വർക്ക് ഓൺ ദീസ് സ്കിൽസ്. നമുക്ക് അതിനുള്ള പെർസിവറൻസ് വേണം. നമ്മളത് വളരെയധികം എഫേർട്ട് എടുത്ത് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു സെറ്റ് ഓഫ് സ്കിൽസായി മാറിയിട്ടുണ്ട് ഇപ്പോൾ സോഫ്റ്റ് സ്കിൽസ്. അപ്പോൾ ശരിക്കും ഹാർഡ് സ്കിൽസും ഒരു സാധനം ഉണ്ടോ? Obviously one is soft, so the other one is hard. So ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? So ഞാനൊരു എക്സാമ്പിൾ ഞാൻ തിരിച്ച് ചോദിക്കുകയാണ്. ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. ഒരു ജോബിന് വേണ്ട ഇത് ഏതാ ജോബ് എന്നാണ് എനിക്ക് മാളവിക പറഞ്ഞു തരേണ്ടത്. യുവർ എബിലിറ്റി ടു കട്ട് വെജിറ്റബിൾസ് ഓർ മീറ്റ് ഇൻ എ വെരി പ്രിസൈസ് മാനർ. ഇത് ഏത് ജോബിനുള്ള വേണ്ടിയിട്ട്? Yes, chef. And your knowledge in medicines, can you say? Doctor, or I would say a pharmacist. Yes. Yeah. It can be like still you can directly go into certain professions അല്ലേ? നമ്മൾ ഇങ്ങനെ പറയുന്ന ഒരു സെറ്റ് ഓഫ് നോളജ്, നമുക്കത് ചിലപ്പോൾ ടാലി അല്ലെങ്കിൽ ഞാൻ സാപ്പ് എന്നൊക്കെ പറയുന്ന സമയത്ത് യുവർ ബ്രെയിൻ വിൽ ഗോ ടുവേർഡ്സ് അക്കൗണ്ടിങ് അല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്ന, നമ്മളൊരു ഇൻഡസ്ട്രിയിൽ ബൂം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ വളരെയധികം എക്സൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ലേറ്റസ്റ്റ് ട്രെൻഡിൽ പഠിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് കോഴ്സസ് ആവാം, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ഒരു ലേണിംഗ് ആവാം. ഇതിനെയാണ് നമ്മൾ ഹാർഡ് സ്കിൽസ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. സോ അപ്പോൾ സ്വാഭാവികമായിട്ടും വാട്ട് ആർ സോഫ്റ്റ് സ്കിൽസ് എന്നുള്ള ചോദ്യം ഉണ്ടാവും. സോ ഇതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റോട് കൂടി പുറത്ത് വരുന്ന യുവാക്കളിൽ നിന്നും യുവതികളിൽ നിന്നും ദ കമ്പനി ഷുഡ് ഹയർ ദ റൈറ്റ് പേഴ്സൺ അല്ലേ? അപ്പോൾ അവരുടെ ഒരു ഡിസിഷൻ ക്രൈറ്റീരിയ ഇത് സോഫ്റ്റ് സ്കിൽസിനെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഈ സോഫ്റ്റ് സ്കിൽസ് ആയിരിക്കും നിങ്ങളുടെ അസസ്മെൻറ്റിൻ്റെ വലിയൊരു ഭാഗമായിട്ട് HR ആയാലും റിക്രൂട്ടിംഗ് ഏജൻസീസ് ആയാലും ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ വേറൊരു ഡൗട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു ജോബ് സിനേരിയോയിൽ ചെല്ലുമ്പോഴത്തേക്കും ഭയങ്കര ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, അതേപോലെ തന്നെ എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ്, ലോജിക്കൽ റീസണിങ്, നമുക്കൊരു സെറ്റ് ഓഫ് വേർഡ്സ് ഉണ്ട്. അതേപോലെ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ബോഡി ലാംഗ്വേജ്, കോൺഫിഡൻസ് അതാകാം. ഇനി അതല്ല, ഒരു ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നോക്കുകയാണെങ്കിൽ ആക്റ്റീവ് ലിസണിങ്, എംപത്തറ്റിക് ആകുക. ഇതെന്താ ഇത്ര ഒരുപാട് കാറ്റഗറീസ് ഈ സോഫ്റ്റ് സ്കിൽസിന്? സോഫ്റ്റ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് കംസ് ഇൻ എ കോമ്പിനേഷൻ ബിക്കോസ് യു ഡോണ്ട് ലേൺ സോഫ്റ്റ് സ്കിൽസ് ആസ് സച്ച്. കാരണം ഞാൻ ചോദിക്കട്ടെ മാളവിക, വെൻ വാസ് ദ ലാസ്റ്റ് ടൈം you have attended a class on soft skills in your school days or in your college days? Have you ever attended one? Seriously, don't remember. No. I even doubt. No, we don't even recall anything അല്ലേ? നമ്മൾ എവിടെയും ഇതിനൊരു ക്ലാസ് സിനാരിയോ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു സിസ്റ്റം ബേസ്ഡ് ആയിട്ട് നമ്മൾ ബുക്സ് വെച്ചിട്ടോ ഒന്നും എവിടെയും സോഫ്റ്റ് സ്കിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല. ബട്ട് ഒരു കുട്ടിയിൽ ഇത് വളരെയധികം, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻ്റർവ്യൂ സിനാരിയോയിലേക്ക് വരുന്ന സമയത്ത് റൈറ്റ് ആഫ്റ്റർ എഡ്യൂക്കേഷൻ അവരോട് നമ്മൾ പോയിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നു. ആൻഡ് they are told that they are going to be assessed from these skills. ഇത് കേൾക്കുന്ന സമയത്ത് ആ കുട്ടി പാനിക് ആവുകയാണ്, ഒരു സെറ്റ് ഓഫ് കുട്ടികൾ. ബട്ട് ഇറ്റ് ഈസ് എ വെരി ലേണബിൾ സ്കിൽ എന്നുള്ളത് നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇറ്റ് ക്യാൻ ഓൺലി ബി ലേൺ ഫ്രം സിനാരിയോസ്, റിയൽ ടൈം ലൈഫ് സിനാരിയോസ്. ഐദർ അത് ജീവിതത്തിൽ താനേ സംഭവിക്കണം,
അല്ലെങ്കിൽ യു ഹാവ് ടു ക്രിയേറ്റ് ദം സിമുലേഷൻസ് പോലെ നമ്മൾ ക്ലാസ് റൂം സിനാരിയോസിൽ നമ്മൾ ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസ് പോലെ റീക്രിയേറ്റ് ചെയ്താൽ മാത്രമേ അവർക്കത് നാച്ചുറലി ബിൽഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ സോഫ്റ്റ് സ്കിൽസ് എന്നുള്ളത് ശരിക്കും നമ്മുടെ സ്കൂൾ ലെവൽ തൊട്ടേ ആസ് പാർട്ട് ഓഫ് എ കരിക്കുലം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സാധനമല്ലേ? This is very ironic because I've been in this industry ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങിൽ ഒരു 11 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. I've trained thousands of students, സോ നമ്മളിങ്ങനെ പല കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ്, എല്ലാ ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് മുതൽ താഴേക്ക് എല്ലാ കാറ്റഗറി ഓഫ് കോഴ്സസ് ചൂസ് ചെയ്യുന്ന കുട്ടികളെയും നമ്മൾ അഡ്രസ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളൊക്കെ അവിടെ പോയി കാണുമ്പോൾ ഇവരെ ഹാർഡ് സ്കിൽസ് വെച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു അനലിറ്റിക്കൽ സ്കിൽസ്, അവരുടെ മാത്തമെറ്റിക്കൽ സ്കിൽസോ അല്ലെങ്കിൽ അവരുടെ കോർ സബ്ജക്ട് നോളജോ ഒന്നും വെച്ചിട്ട് നമ്മൾക്കൊരു കുട്ടിയുടെ സോഫ്റ്റ് സ്കില്ലിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അത് ക്ലാസ്സിൽ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് നമ്മൾ പണ്ട് പറയുന്ന പോലെ ഫ്രണ്ട് ബെഞ്ചേഴ്സും ബാക്ക് ബെഞ്ചേഴ്സും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം വിസിബിളി മനസ്സിലാവും. ബട്ട് ബീങ് എ ബാക്ക് ബെഞ്ചർ, ഇഫ് യു ഫെയിൽ ഇൻ യുവർ സബ്ജക്ട്സ് ആൻഡ് യു ആർ റിയലി ഗുഡ് അറ്റ് സോഫ്റ്റ് സ്കിൽസ്, ഒരു യൂസും ഇല്ല. സോ ഇറ്റ്സ് ഓൾവേസ് നെസസറി ദാറ്റ് യു നീഡ് ടു ബി എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ആൻഡ് എ റൈറ്റ് കോമ്പിനേഷൻ ഓഫ് കോഴ്സ്. അത് വളരെ നിർബന്ധമാണ്. ദ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇഫ് യു ആസ്ക് മീ, 1-2 പ്രൊജക്ട്സ് കേരള ഗവൺമെൻറ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് സിൻസ് വി ആർ ഇൻ കേരള. അതേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അല്ലാതെ ഇൻ്റർനാഷണലി യെസ്, ദീസ് ആർ ബീങ് തോട്ട്, ദീസ് ആർ ബീങ് എ പാർട്ട് ഓഫ് ദ കരിക്കുലം. അവരുടെ എഡ്യൂക്കേഷൻ മെത്തഡോളജി തന്നെ വളരെ പല കരിക്കുലവും നമുക്ക് IB പോലുള്ള കരിക്കുലം ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 10th സ്റ്റാൻഡേർഡ് വരുന്ന എക്സാമിനേഷൻ തന്നെയല്ല, നമ്മളൊരു ബോർഡ് എക്സാമിനേഷൻ പോലും അവർ എഴുതേണ്ട ആവശ്യം വരുന്നില്ല. സോ അപ്പോൾ ഈ കുട്ടികളൊന്നും അസസ്മെൻറ്റ് നടക്കുന്നില്ലേ? ഉണ്ട്. അസസ്മെൻറ്റ് നടക്കുന്നത് ചെക്ക് ലിസ്റ്റ് വെച്ച് അതൊരു കോമ്പിനേഷൻ ഓഫ് സോഫ്റ്റ് സ്കിൽസ് ആൻഡ് ഹാർഡ് സ്കിൽസ് ആയിട്ടാണ്. ബട്ട് how many of us can afford an IB education in Kerala? No, none of us. Most of us can't. That's the problem. യെസ്, നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തം നമ്മൾ ഫോളോ ചെയ്തു വരുന്നതും ഈ ഒരു രീതിയാണ്, എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക. Definitely. അതുകൊണ്ടാവും പലപ്പോഴും നമ്മൾ ലൈഫ് സ്കിൽസിൽ പുറകിലോട്ട് പോകുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? Yes. ഇതിനെ നമ്മൾ വിളിക്കുന്ന ഇപ്പോൾ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുമെങ്കിലും കൂടെ ദീസ് ആർ നോൺ ബൈ ഡിഫറെൻറ്റ് നെയിംസ്. ലൈഫ് സ്കിൽസ് എന്ന് പറയും, പീപ്പിൾ സ്കിൽസ് എന്ന് പറയും, ഹ്യൂമൻ സ്കിൽസ്. ദേ ആർ ഓൾ ദ സെയിം. യെസ്, ഓക്കെ. ദീസ് ആർ നോൺ വിത്ത് ഡിഫറെൻറ്റ് നെയിംസ്. റീസൺ തന്നെ നമുക്ക് ആലോചിച്ചാൽ മതി. നമ്മൾ പീപ്പിൾ സ്കിൽസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് യുവർ എബിലിറ്റി ടു ഇൻറ്ററാക്ട് വിത്ത് അതർ പീപ്പിൾ ആൻഡ് ഇറ്റ് ഈസ് യുവർ എബിലിറ്റി ടു ഗോ സക്സീഡ് ഇൻ സം തിങ്സ് ഇൻ സോഷ്യൽ സിനാരിയോ. അപ്പോൾ ഈ പറഞ്ഞ സാഹചര്യങ്ങളിലേക്ക് കുട്ടികളെ ഇറക്കി വിടുന്ന സമയത്ത് they really shouldn't panic. അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ സോഫ്റ്റ് സ്കിൽസ് ആവശ്യം വരുന്നത്. പക്ഷെ നമ്മൾ ഈ ജെൻസി, ഇപ്പോഴത്തെ എല്ലാം ജെൻസി ആണല്ലോ. ജെൻസി സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അവർ സ്മാർട്ടാണ്, എല്ലാത്തിലും ബെസ്റ്റാണ്. പക്ഷേ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് AI, ഡിജിറ്റൽ ടൂൾസ്, സോഷ്യൽ മീഡിയയിൽ നിറസാന്നിധ്യമായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇവരുടെ സ്മാർട്ട്നെസ് കാണിക്കണമെങ്കിൽ പലപ്പോഴും അവർക്ക് ഇങ്ങനെ ഒരു ഗാഡ്ജറ്റ് വേണം. ഇത്രയും സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ പെട്ടെന്ന് ഒരു ക്രൗഡിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ പലപ്പോഴും അങ്ങ് ഫ്രീസായി പോവുക അല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് പോവുക. അത് ഞാൻ ഒരിക്കലും ഒരു സിനാരിയോയിലും ജെൻസിയെയോ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ജനറേഷനെയോ കുറ്റം പറയുന്ന ഒരാളല്ല. ദ റീസൺ ഇസ് നമ്മൾ അവരെ അസസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസ് മാറ്റണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരുപാട് വലിയ കമ്പനീസൊക്കെ അങ്ങനെ ചെയ്യുന്നുമുണ്ട്. അതായത് അവർ ചില കാര്യങ്ങളിൽ അവരെ അസസ് ചെയ്യേണ്ട രീതി തന്നെ നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. അതായത് വർക്ക് പ്രഷർ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ടായിരുന്നു നമുക്ക് പണ്ട്, ഇപ്പോഴും ഉണ്ട്. ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ ആ വർക്ക് പ്രഷറും കൊണ്ട് നമ്മൾ ജെൻസീൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ദേ വുഡ് ജസ്റ്റ് ടേക്ക് ദാറ്റ് പ്രഷർ ഔട്ട് ബൈ ലീവിങ് ദ ജോബ്. അപ്പോൾ അങ്ങനെ ഒരു സിനാരിയോ വന്നു കഴിഞ്ഞാൽ കമ്പനീസൊക്കെ ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. ഒരു ജനറേഷൻ മുഴുവൻ പറയാണ് നോ വി കാൻ വർക്ക് അണ്ടർ ദിസ് പ്രഷർ എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ടു ബ്രിങ് ഡൗൺ ദ പ്രഷർ. നമ്മളെ മുന്നത്തെ ജനറേഷൻ ചെയ്ത പോലെ ചെയ്യാൻ അവർ താല്പര്യരല്ല. ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ഡിഫറൻസ് പറയുന്ന പോലെ. അപ്പോൾ ഈ പറഞ്ഞ ചോദ്യത്തിലേക്ക് വരുന്ന സമയത്ത് അവർ സോഷ്യൽ മീഡിയയിലെ അവരുടെ പ്രസൻസ്, അപ്പോൾ അതിൽ അവർക്ക് ഒരുപാട് റീടേക്ക് പോകാനുള്ള ഒരു അവസരമുണ്ട്. ഇഫ് യു ജസ്റ്റ് തിങ്ക് നമ്മളുടെ ഒരു റീൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ദേ ക്യാൻ എക്സിബിറ്റ് ദംസെൽവ്സ് ആൻഡ് ഒരു കോൺസ്റ്റന്റ് പ്രാക്ടീസിലൂടെ അവർക്ക് പിന്നെയും അവരുടെ ബെസ്റ്റ് വേർഷനെ കാണിക്കാനുള്ള ഒരു അവസരമുണ്ട്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഇൻ്റർവ്യൂ, അവരുടെ ഒരു പ്രൊഫഷണലി അവർക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ, അല്ലെങ്കിൽ അവരെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സോഷ്യൽ സിനാരിയോ ഉള്ള നെറ്റ്വർക്കിംഗ് സിനാരിയോ, ഇവിടെയൊക്കെ വരുന്ന സമയത്ത് ദർ ഇസ് ഓൺലി വൺ ചാൻസ്. മോസ്റ്റ് ഓഫ് ദ ടൈം ടു ഗെറ്റ് ദ റൈറ്റ് ജോബ് യു ഓൺലി ഗെറ്റ് എൻ ഇൻ്റർവ്യൂ വൺസ് or maybe there are other interviews. പക്ഷേ to get the right job you go through a lot of phases, telephonic, നമ്മൾ നല്ല റെസ്യൂമേ ഉണ്ടാക്കി ഇതൊക്കെ ചെയ്ത് മുകളിലേക്ക് പോയി. ആൻഡ് ഇഫ് ദേ ആർ ഗോയിങ് ടു മെസ് അപ്പ് ദാറ്റ് വൺ ചാൻസ്, പിന്നെ അവർക്ക് ഈ റീൽസിൽ ചെയ്യുന്ന മാതിരി അത് ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പിന്നെ തിരിച്ചു വരാനോ ഒരു സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ട സ്കിൽസ് അവർ ഡെവലപ്പ് ചെയ്തേ പറ്റുള്ളൂ. ആസ് ലോങ് ആസ് അവർ മെത്തേഡ് ഓഫ് അസസ്മെൻറ്റ് ഇസ് ഇൻ ഇൻ്റർവ്യൂ ഓർ ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ ആയിട്ടുള്ളിടത്തോളം കാലം
നമ്മൾ ഇവരെ ഈ സ്കിൽസിന് വേണ്ടി പ്രാപ്തരാക്കിയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനിയുള്ള റൈറ്റ് ടാലൻറ്റിന് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ യു ഐദർ ഹാവ് ടു ചേഞ്ച് ദ വേ യു ഇൻ്റർവ്യൂ പീപ്പിൾ. Okay. You cannot ask for this from a certain generation where they don't really care about all this stuff so much. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു +2 സ്കൂൾ ലൈഫ് വരെ സോഫ്റ്റ് സ്കിൽസിനെ കുറിച്ച് ആരും അവെയർ അല്ല. അത് കഴിഞ്ഞ് കോളേജ് ലൈഫിൽ കയറിയാലും ഒന്ന് ചെറുതായിട്ട് അറിഞ്ഞു തുടങ്ങുന്നു. ജോബ് ഹണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ശരിക്കും ഈ സോഫ്റ്റ് സ്കിൽസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. അപ്പം ഒരു ഫ്രഷറായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിക്ക് എങ്ങനെ നമുക്കൊരു അഡ്വൈസ് കൊടുക്കാൻ പറ്റും, ലൈക്ക് ഹൗ ടു ഇംപ്രൂവ് അവർ സോഫ്റ്റ് സ്കിൽസ് എന്നുള്ളൊരു സെഷനെ കുറിച്ച്? സോ നമ്മൾ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, നമ്മൾ കതിരിൽ വളം വെക്കണം എന്ന് പറയും, കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? അതായത് നമ്മളൊരു ഏകദേശം ഒരു മരമായി അത് ദ ഫസ്റ്റ് ഫ്രൂട്ട് ബെയർ ചെയ്യാനുള്ള ഒരു സമയമാണ് ആക്ച്വലി ഒരു ഫ്രഷർ എന്ന് പറയുന്ന ഒരാൾ. അയാൾ അദ്ദേഹത്തിൻ്റെ വെരി ഫസ്റ്റ് പ്രൊഫഷണൽ ലൈഫിലേക്ക് പോകാൻ നിൽക്കുന്ന സമയം. ആ സമയത്ത് കൊണ്ടുപോയിട്ട് നമ്മളൊരു കോഗ്നിറ്റീവ് ലോഡ് അയാൾക്ക് കൊടുക്കുകയാണ്. അതായത് നിങ്ങൾക്ക് അതില്ല, നിങ്ങൾക്ക് ഇതില്ല, നിങ്ങൾ ഇത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ദ ഓൺലി തിങ് ദാറ്റ് ദ പേഴ്സൺ വിൽ ഡു ഇസ് ബിക്കം ഫ്രീസ്. അയാൾ അവിടെ ഫ്രീസായി പോവുക എന്നല്ലാതെ അതിലുപരി അവർക്ക് ഈ സ്കില്ലൊന്നും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള സോഷ്യൽ സിനാരിയോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അവർക്ക് സോഷ്യലി അവർക്ക് എൻഗേജ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു വ്യക്തി അവരുടെ സോഫ്റ്റ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നത് ഇറ്റ്സ് നെവർ ഫ്രം എ ക്ലാസ് റൂം. ഇറ്റ് ഈസ് ഐദർ ഫ്രം പിയർ ടു പിയർ ലേണിംഗ് ഓർ ഫ്രം ഒരു റിലീജിയസ് ആയി ഭയങ്കര കമ്മിറ്റഡ് ആയി ഇതിനെക്കുറിച്ച് അറിഞ്ഞ് അവരൊരു ഒരു ഒരു എഫേർട്ട് എടുക്കുമ്പോൾ മാത്രമേ അവർക്ക് ഈ ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ. നമ്മളൊരു പേജ് എസ്സേ അവരെ കൊണ്ട് അതിനെക്കുറിച്ച് എഴുതിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. സോ ഞാൻ പറഞ്ഞത് നമ്മൾ എപ്പോഴാണ് എന്നാണ് എന്നോട് ചോദിച്ചത്. സോ ദ ബെസ്റ്റ് തിങ് ദാറ്റ് ദേ ക്യാൻ ഡു is to get engaged in a lot of activities. അതായത് everything that they do will simultaneously improve one of their soft skills. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു NSSൻ്റെ ക്യാമ്പിന് പോയ ഒരു കുട്ടി, NSSൻ്റെ ക്യാമ്പിന് പോയവർക്ക് അറിയാം, ഇറ്റ്സ് എ വെരി ഇമോഷണൽ തിങ്. നമ്മൾ അവിടെ പോയി നമ്മൾ വളരെയധികം എൻഗേജ്ഡ് ആയി നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ ചെയ്യുന്നു. ആൻഡ് ദർ വിൽ ബി സം സോഷ്യലി റെസ്പോൺസിബിൾ തിങ് ദാറ്റ് യു ഹാവ് ടു ഡു. ചിലർക്ക് വീട് വെക്കുക, അങ്ങനെയൊക്കെയുള്ള പല സ്ഥലങ്ങളും കാര്യങ്ങളും നടക്കാറുണ്ട് ഈ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട്. ആൻഡ് ദിസ് പേഴ്സൺ വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ എംപത്തറ്റിക് ലെസൺസ് ആണ്. സോ ഇയാൾക്കൊരു എംപത്തി എന്ന് പറഞ്ഞൊരു സാധനം, അല്ലെങ്കിൽ ഒരു ടീം വർക്ക് എന്ന് പറഞ്ഞൊരു സ്കില്ല് അവിടെ നിന്ന് തുടങ്ങുകയാണ്. ഇനി പിന്നെ അതേ കോളേജിലേക്ക് തന്നെ അവർ പോയിട്ട് പല ആക്ടിവിറ്റീസിൻ്റെയും ഭാഗമാവുന്നു. പല ക്ലബ്ബുകൾക്കും വേണ്ടിയിട്ട് ചെടികൾ നടുന്നു. അങ്ങനെ എന്ത് ആക്ടിവിറ്റിക്ക് പോയാലും ദേ നോ ഹൗ ടു കോർഡിനേറ്റ് തിങ്സ് അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ കോർഡിനേഷൻ, ടീം വർക്ക് ആയിക്കോട്ടെ, ആൻഡ് ഒബ്വിയസ്ലി ഓൾ ദീസ് തിങ്സ് വുഡ് ഓൺലി ഹാപ്പൻ ഇഫ് യു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻക്ലൂഡിങ് സ്ട്രേഞ്ചേഴ്സ്. അപ്പോൾ ഇതൊക്കെ നടക്കുന്നത് ഇതുപോലെയുള്ള സോഷ്യൽ സിനാരിയോസ് അവരുടെ ജീവിതത്തിൽ നടക്കുന്നതിനെ കൊണ്ടാണ്. അപ്പോൾ ചില കുട്ടികൾ ഇതിലേക്കൊന്നും പോവാത്തതിന് ഒരു കാരണം, ദേ തിങ്ക് ദാറ്റ് ഇറ്റ്സ് ജസ്റ്റ് എ വേസ്റ്റ് ഓഫ് ടൈം, ഓർ ഐദർ ദേ ഗോ ഫോർ ദ മാർക്സ് ദാറ്റ് കംസ് അലോങ്. അത് മാത്രമല്ല നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും ഇല്ലേ, കാരണം പെട്ടെന്ന് NSS ക്യാമ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പിന്നെ 2 ചെടി ഇടുക, ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് വളരെയധികം നമ്മുടെ പേരൻസിനും ഉണ്ട്, ചുറ്റുമുള്ളവർക്കും ഉണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് ഇങ്ങനെയും കുറച്ച് ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ കുറച്ച് മാർക്ക് കിട്ടുമായിരിക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റും ഉണ്ട്. പക്ഷേ ഇതുപോലുള്ള ഒരു സോഫ്റ്റ് സ്കിൽസിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ആരും പറഞ്ഞു തന്നിട്ടുമില്ല, ഇത് അവെയർ അല്ല ശരിക്കും. നമ്മൾ ഇപ്പോൾ പാരൻസ് എന്ന് പറഞ്ഞ ടേം പറഞ്ഞല്ലോ, നമുക്കിവിടെ കുറേ ടൈപ്പ് പാരൻസ് ഉണ്ട്. ഒന്ന് അൺഎഡ്യൂക്കേറ്റഡ് പാരൻസ് ഉണ്ട്, ബട്ട് എവറി പാരന്റ് ഈസ് ഡൂയിങ് ദെയർ ബെസ്റ്റ് ടു ഗിവ് ദ ബെസ്റ്റ് ടു ദെയർ കിഡ്സ് അല്ലേ? അപ്പോൾ പക്ഷേ എഡ്യൂക്കേറ്റഡ് പാരൻസ് ഉണ്ട്. എഡ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ദേ ആർ സൂപ്പർ ബിസി, ദേ വുഡ് ബി സൂപ്പർ ബിസി വിത്ത് ദെയർ പ്രൊഫഷൻ, അങ്ങനെയുള്ള ആൾക്കാർ. ഇനി വേറൊരു കൈൻഡ് ഓഫ് പാരൻസ് എന്ന് പറഞ്ഞാൽ ഇൻവോൾവ്ഡ് പാരൻസ് ആണ്. അവർ ആക്ച്വലി ശ്രദ്ധിക്കും, എൻ്റെ കുട്ടിക്ക് ഈ ഒരു സ്കില്ലിൽ ഒരു പോരായ്മയുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇതുപോലെയുള്ള വേദികൾ ആ കുട്ടിയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ഇടും. അതായത് ഞാനൊക്കെ പല സമയത്തും എൻ്റെ വീട്ടുകാരോട് ചോദിച്ചിട്ടുണ്ട്, മൈ സിസ്റ്റർ ഇസ് എ വെരി ഗുഡ് ഡാൻസർ ആൻഡ് ഷീ ഈസ് റിയലി ഗുഡ് അറ്റ് സ്റ്റേജ്, പാട്ട് പാടാനൊക്കെ പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ എന്തിനെങ്കിലും കൊണ്ട് ചേർത്തിക്കൂടായിരുന്നു ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിന്നെ ഞങ്ങൾ ചേർത്തിയതാണ്, പക്ഷേ നീ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ, അവൾ കളരിയൊക്കെ അഭ്യസിക്കുന്ന ആളാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ എന്താ കളരിയിലൊന്നും ചേരാൻ? അപ്പോൾ എന്നോട്, നീ പോയില്ല, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. സോ അവിടെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 4 വയസ്സുള്ള കുട്ടിയോ അല്ലെങ്കിൽ 5 വയസ്സുള്ള കുട്ടിയുടെ ഡിസിഷൻ അല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇൻ ദ ലോങ് റൺ ഇതുപോലെയുള്ള സിനാരിയോസാണ് ആ കുട്ടിയെ ഭാവിയിൽ വളരെയധികം കേപ്പബിൾ ആക്കാൻ പോകുന്നത്. ഐ എം സെയിങ് ദിസ് ബിക്കോസ് നമ്മൾ ഇത് വളരെയധികം വിസിബിളായിട്ട് കാണുകയാണ്. ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഉള്ള കുട്ടി വേറെ പല സ്കിൽസിലും വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഒരു ക്രിക്കറ്റ് പ്ലെയർ ആയിട്ടുള്ള ഒരു വ്യക്തി ഇനി അവൻ്റെ ടീം വർക്കിനെ കുറിച്ചിട്ട് ഒരു കമ്പനീനോട് പറയേണ്ട ആവശ്യമില്ല. ഇഫ് ഇറ്റ് ഈസ് റിട്ടൺ ഡൗൺ ഇൻ ഹിസ് റെസ്യൂമേ, ഇറ്റ് ഈസ് ഒബ്വിയസ്ലി സെഡ് ദാറ്റ് ഐ ആം റിയലി ഗുഡ് അറ്റ് വർക്കിംഗ് വിത്ത് 10 other people. സോ ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വലി കുട്ടികളെ അസസ്മെൻറ്റ് ഒരു കമ്പനി സൈഡിൽ നിന്ന് നടക്കുന്നത്. ആൻഡ് എൻഡ് ഓഫ് ദി ഡേ യു നീഡ് ടു ലൈക്ക് ദാറ്റ് പേഴ്സൺ അല്ലേ? അപ്പോൾ ആ സമയത്ത് ഈ സ്കിൽസ് തന്നെയാണ് വാട്ട് മാറ്റേഴ്സ് ദ മോസ്റ്റ്, നോട്ട് ദ മാർക്സ്. വളരെയധികം സത്യമാണത്.
പക്ഷേ ഈ സ്കിൽസിൽ കൂടെ പലപ്പോഴും ഈ ഒരു റെസ്യൂമേയുടെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ കുട്ടികൾക്ക് AI യൂസ് ചെയ്യാൻ അറിയാവുന്നത് കൊണ്ട് തന്നെ അവരെല്ലാം ഫുൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ AI ആണ്. ഇപ്പോൾ ഒരു റെസ്യൂമേ ആണെങ്കിൽ തന്നെ ഒരു 100 റെസ്യൂമേ കിട്ടുകയാണെങ്കിൽ അതിൽ കാണുമ്പോഴേ നമുക്കറിയാം ഇറ്റ്സ് AI ജനറേറ്റഡ് വൺ എന്നുള്ളത് മനസ്സിലാക്കാം. സോ ഇതൊന്ന് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ അവരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണ്ടേ? That's also a skill, no? Yeah, we conduct this pre-placement trainings. We help them create the resume. We do the LinkedIn optimization, and we conduct mock GDs and mock interviews. So ഒരുപാടെണ്ണം നടത്തിയിട്ടുണ്ട്. നമ്മൾ വേറെ ട്രെയിനേഴ്സിനെ വെച്ചിട്ടൊക്കെ അത് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് വാട്ട് റിയലി ഹാപ്പൻസ് ഇസ് നമ്മൾ ഫസ്റ്റ് തന്നെ അവരടുത്ത് പോയി ചോദിക്കും ഇവർ റെസ്യൂമേ ഉണ്ടോ എന്ന്. അപ്പോൾ നമുക്ക് ഇവരൊരു സെറ്റ് ഓഫ് റെസ്യൂമേ തരും. ഇതെന്ന് പറഞ്ഞാൽ തല വെട്ടി ഒട്ടിച്ച റെസ്യൂമേ എന്ന് ഞങ്ങൾ വിളിക്കുക. അതായത് തല മാറും, പേരും അഡ്രസ്സും മാറും, ആൻഡ് ഹൈലി പാഷനേറ്റ് എന്ന് പറഞ്ഞ the same profile summary, the same skills, everything is the same. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക വെച്ചാൽ ഫ്രം ദ റെസ്യൂമേ there is an obvious question that you are going to get from the recruiter, അല്ലേ? റെസ്യൂമേയിൽ നിന്നൊരു ചോദ്യം വരും. സ്വാഭാവികമായിട്ടും അത് നിങ്ങൾ മെൻഷൻ ചെയ്ത എന്തെങ്കിലും ഒരു സാധനത്തിൽ നിന്നായിരിക്കും. അപ്പോൾ ഞാൻ എഴുതുകയാണ് ലീഡർഷിപ്പ് എന്ന് ഞാൻ എൻ്റെ റെസ്യൂമേയിൽ എഴുതി വെക്കുന്നു. ആൻഡ് ദെൻ the interviewer is going to ask you, hey, give me a situation in your life where you have shown leadership എന്ന്. അപ്പോൾ ഇയാൾ ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ മാതിരി ഇങ്ങനെ ഇരിക്കും, ചിരിച്ചിരിക്കും, അല്ലെങ്കിൽ ആകാശത്തേക്ക് നോക്കിയിരിക്കും. സോ ദാറ്റ് മീൻസ് യു വർ ലൈങ് ത്രൂ ഔട്ട് ദ റെസ്യൂമേ. അതിൽ എഴുതിയത് ഒന്നും സത്യമല്ല, ഇത് ഒരു ജെന്യുവൻ റെസ്യൂമേ അല്ല എന്ന് അവിടെ തന്നെ പൊളിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഒരു മെത്തഡോളജി ഒക്കെ ഉണ്ട് ആൻസർ ചെയ്യാൻ. ആക്ച്വലി മേ ബി യു ഹവ് ഹേർഡ് ഓഫ് ദ സ്റ്റാർ മെത്തേഡ്. Star is situation, task, action and result. Yes. Even Google follows the same methodology to answer questions. അപ്പോൾ സിറ്റുവേഷൻ പറയുക, എന്ത് സാഹചര്യത്തിലാണ് ഞാൻ ലീഡർഷിപ്പ് കാണിച്ചത്, അവിടെ എന്നിൽ അർപ്പിതമായ ടാസ്ക് എന്തായിരുന്നു എന്ന് പറയുക, ഞാൻ എന്ത് ആക്ഷൻ എടുത്തു എന്ന് പറയുക, സോ വാട്ട് വാസ് ദ റിസൾട്ട് ദാറ്റ് കെയിം അലോങ് വിത്ത് ഇറ്റ്. അപ്പോൾ ഇത് പറയുന്ന സമയത്ത്, ഇത് ബ്യൂട്ടിഫുള്ളി ആൻസർ ചെയ്യുന്ന സമയത്ത് ആളെ ഇമ്പ്രസ് ചെയ്യാണ്. നിങ്ങൾ എഴുതിയ ഒരു സ്കില്ലിൽ നിന്ന് തന്നെ നമ്മൾ ഈ ഹുക്കെന്നോ അല്ലെങ്കിൽ ക്ലിക്ക് ബേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ അയാൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ റെഡിലി എൻ്റെ കയ്യിലുള്ളൊരു ഉത്തരമാണെങ്കിൽ ഐ ക്യാൻ ഇംപ്രസ് ദ എംപ്ലോയർ ആൻഡ് ദെൻ ഗെറ്റ് ദാറ്റ് ജോബ് ഈസിലി, അല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഭയങ്കര മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് റെസ്യൂമേ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. റെസ്യൂമേ ക്യാൻ ഗിവ് യു ദ ബെസ്റ്റ് ജോബ് ഇഫ് യു ഡോണ്ട് അപ്ലൈ ഇറ്റ് ഇൻ ദ പ്രോപ്പർ മാനർ. എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അല്ലെ അത് കാണുന്നതിന് മുന്നേ തന്നെ എന്താ സംഭവിക്കുന്നത്, റിജക്ട് ആയി പോകും. ATS ഒക്കെ റെസ്യൂമേ വർക്ക്ഷോപ്പിൽ ആദ്യം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്. അതെ, കാരണം ATS ഒരുവിധം റെസ്യൂമേസ് ഒക്കെ ചിലതിപ്പോൾ സ്കിൽസ് മാച്ച് ചെയ്യുന്നില്ല, ജോബ് ഡിസ്ക്രിപ്ഷനും നിങ്ങളുടെ റെസ്യൂമേയിലുള്ള സ്കിൽസും അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്നും മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ മേ ബി യു ഫോർഗോട്ട് ടു എന്തെങ്കിലും ഒരു സാധനം മെൻഷൻ ചെയ്യാൻ മറന്നുപോയതാണ് അവരുടെ മെയിൻ ക്രൈറ്റീരിയ ആയിട്ട് അവരുടെ ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്, ATS. അതിൽ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഓട്ടോമാറ്റിക്കലി ഗെറ്റ്സ് റിജക്റ്റഡ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അവരെന്ത് ചെയ്യും, ഇവരിത് അപ്ലൈ ചെയ്തിട്ട് കാത്തിരിക്കും. ആരും ചോദിച്ചാൽ പറയും വരാനുണ്ട്, അടുത്ത ആഴ്ച വിളിക്കും, അടുത്ത ആഴ്ച. അവിടെ ആൾ കയറിയിട്ടുണ്ടാവും ജോലിക്ക്. യു ഡോണ്ട് ഈവൻ റിയലി നോ, അല്ലേ? ബിഗ് ഫോഴ്സിലൊക്കെ എവിടെ ഇൻ്റർവ്യൂ നടക്കുന്നത് നമ്മൾ അറിയുന്നില്ല. സോ ദാറ്റ്സ് വൺ തിങ്. നമ്മുടെ ഈ ലാംഗ്വേജ് ലേണിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽസിൽ ലാംഗ്വേജ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ഓ യെസ്, ഓക്കെ. ഇത് വളരെ ഒരു $1 million ഇൻഡസ്ട്രിയെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആൻഡ് ഐ ഡോണ്ട് നോ വെദർ ഐ എം ഗോയിങ് ടു ഒഫെൻഡ് സം പീപ്പിൾ, ബട്ട് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാം കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ഒരു ജനറേഷനിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പക്ഷേ ഈ ഒരു ബാരിയർ വളരെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇല്ലാതെയാവുന്നുള്ളത് ഒരു വാസ്തവമാണ്. അതിന് മുന്നേ ഇഫ് യു ആർ ഇൻ ദാറ്റ് ഇൻഡസ്ട്രി യു ഹാവ് ഓൾറെഡി മെയ്ഡ് മണി ഓർ യു ആർ ഗോയിങ് ടു മേക്ക് മണി. അതായത് നമ്മൾ ലാംഗ്വേജ് പഠിപ്പിക്കാം എന്നുള്ള ഒരു ധാരണ നമ്മൾ കൊടുത്താൽ മാത്രം തന്നെ there are millions who are out there to pay you. English language. I'm talking about English language, yes. ഇനി ഇംഗ്ലീഷ് വേണ്ട, നമ്മൾ ജർമ്മൻ is another language. ഇപ്പം നിങ്ങൾക്ക് ആ ലാംഗ്വേജ് മാത്രമുണ്ടെങ്കിൽ you get admission to certain universities in Germany. You don't have to pay a penny. അവിടെ എഡ്യൂക്കേഷൻ ഫ്രീ ആണല്ലോ. അപ്പോൾ you just have to clear a B2 level of German. ഇതാണ് ഒരു ക്രൈറ്റീരിയ വെക്കുന്നത്. അപ്പോൾ ഈ ലാംഗ്വേജ് ലേണിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ മാളവികനോട് ചോദിക്കുകയാണ്, ലാംഗ്വേജ് ലേണിങ്ങിന് ഇപ്പോൾ മാളവികൻ ഒരാൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഹൗ ഡു യു സജസ്റ്റ് ഓർ വിച്ച് ഓർഗനൈസേഷൻ, യു ഡോണ്ട് ഹാവ് ടു നെയിം വൺ, ബട്ട് എന്ത് ടൈപ്പ് ഓഫ് ലേണിംഗ് ആയിരിക്കും ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കാണാനുള്ളത്? എങ്ങനെയാ? അതായത് ഹൗ വുഡ് യു ഓർ വേർ വുഡ് യു സജസ്റ്റ് or the pattern of study എങ്ങനെയായിരിക്കും? Seriously, I don't, because ഒരു ബിസിനസ് ആയി മാറിയിട്ടുണ്ട് ലാംഗ്വേജ് ട്രെയിനിങ് because you are a trainer. Yeah, I know. കാരണം ഓരോരുത്തർക്കും
നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു സ്റ്റുഡന്റിന്റെ അല്ല, ആ. മറിച്ച് അവര് I'll make the question a bit more specific. ഞാൻ ചോദിക്കുകയാണ്, മാളവികയ്ക്ക് ഇംഗ്ലീഷ് അറിയാത്ത ഒരാളാണ്, and you are going to start your journey in language learning, and now you have seen a lot of ways of learning language. പുറത്തിറങ്ങിയാൽ നമുക്ക് കാണാം. So which one would you choose from all the advertisements that you have seen? പേഴ്സണൽ ട്രെയിനർ ഉള്ള സ്ഥലം, പേഴ്സണൽ ട്രെയിനർ ഉള്ള വാട്സപ്പിലൂടെയുള്ള സ്ഥലം, വാട്സാപ്പിൽ, അതായത് ബാക്കിയുള്ളവർ അറിയില്ല, ഞാൻ മിസ്റ്റേക്ക് വരുത്തുന്നത് അങ്ങനെ ആരും കണ്ടുപിടിക്കുന്നില്ല. ഓക്കെ, ഒബ്വിയസ്ലി ഇത് ഒരുപാട് പേരെ ബെനിഫിറ്റ് ചെയ്ത ഒരു ഇൻഡസ്ട്രിയാണ്. അവരുടെ സമയം സ്ഥലം ഒക്കെ പരിമിതമാവുന്ന സമയത്തും അവർക്ക് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു വാട്സപ്പിലൂടെയുള്ള ലേണിംഗ്. വാട്സപ്പിലൂടെ പഠിച്ചു കഴിഞ്ഞ ഇംഗ്ലീഷ് നിങ്ങൾ വാട്സപ്പിൽ തന്നെയാണോ ഉപയോഗിക്കാൻ പോകുന്നത്? അല്ല, ഇറ്റ് ഈസ് നെവർ ദെയർ. ഇറ്റ് ഈസ് നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ട സ്കില്ല് ഏതാണെന്ന് മനസ്സിലാക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇറ്റ്സ് നെവർ ദി ഇംഗ്ലീഷ്, സംടൈംസ് ഇറ്റ്സ് ദ യുവർ എബിലിറ്റി ടു ഫേസ് എ ക്രൗഡ്. സ്റ്റേജ് ഫിയർ ആയിരിക്കും ചിലപ്പം ഒരാളുടെ ഏറ്റവും വലിയ ഫിയർ ആയിട്ട്. ലോകത്ത് ഏറ്റവും വലിയ ഫിയർ സ്റ്റേജ് ഫിയർ ആണ്. ഇഫ് യു നോ, ഈവൻ ഐ ഡോണ്ട് റിമെമ്പർ ഹർ നെയിം, പക്ഷേ ഇതൊരു ഫേമസ് സിംഗർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയൊക്കെ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയൊന്ന് പാട്ട് പാടുമ്പോൾ ഒന്ന് വിറയ്ക്കാറുണ്ട്. അത് പക്ഷെ ആരും അറിയാറില്ല എന്നുള്ളത്. സോ ഇറ്റ്സ് ഹ്യൂമൻ നേച്ചർ ആണ് സ്റ്റേജ് ഫ്രൈറ്റ്. നമ്മൾക്ക് ഒരു സ്ട്രെസ്സിനെ തന്നെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ടല്ലോ. നമുക്ക് സ്ട്രെസ് എന്നാണ് പോസിറ്റീവ് സ്ട്രെസ്സിനെ പറയാം. പോസിറ്റീവ് സ്ട്രെസ്, ഐ മീൻ, imagine an exam is coming up and then you have to prepare for the exam, you have this tension building up, അല്ലേ? നമുക്കൊരു സ്റ്റേജ് പെർഫോമൻസ് ഉണ്ട്, the curtain is going to raise and you have this fear coming up, അല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മളെ ബ്രെയിൻ പ്രിപ്പയർ ആവുകയാണ്. അത് ആക്ച്വലി ആ സമയത്ത് നമ്മളുടെ ബെസ്റ്റ് വേർഷൻ നമ്മൾ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് പഠിക്കും, അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പഠിച്ചു വെച്ചത് മനസ്സിലേക്ക് കൊണ്ടുവരും. ആ ഒരു സിങ്ക്രണൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് എടുക്കും. ഇതില്ലാത്ത ആൾക്കാരില്ലേ, സ്റ്റേജിൽ പോയി എന്തെങ്കിലും കളിച്ചാൽ മതി വിചാരിക്കുന്നതുകൊണ്ട് പരീക്ഷയായ മൈൻഡ് ആക്കാത്ത ആൾക്കാരുണ്ട്. സോ അവർക്ക് സ്ട്രെസ് ഇല്ലല്ലോ. സോ സ്ട്രെസ് ഇസ് ആക്ച്വലി ഗുഡ് സ്ട്രെസ്. അത് നമ്മൾ ഈ ലോകത്ത് ഉള്ള ആൾക്കാർ തന്നെയാണ് സക്സസ്ഫുൾ ആയി മുന്നോട്ട് പോവുക. സോ കമ്മിങ് ബാക്ക് ടു ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളെല്ലാവരും പറയും എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന്. അങ്ങനെ പറയുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്ത് കാണുന്നുണ്ട്, അല്ലേ? ഇംഗ്ലീഷ് അറിയില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഞാൻ സാധാരണഗതിയിൽ ഒരു ക്ലാസ് റൂമിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കുന്ന കുട്ടികളുടെ മുന്നിൽ പോയി കഴിഞ്ഞാൽ ഐ ആസ്ക് ദം എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, ആൻഡ് വൺ ഓഫ് ദം ഇസ് ഈ ചോദ്യമാണ്, ഹൗ മെനി ഓഫ് യു ക്യാൻ കോൺഫിഡൻ്റ്ലി എക്സ്പ്രസ് യുവർ സെൽഫ് ഇൻ ഇംഗ്ലീഷ്? You do that, right? So what is the ratio, if I may ask? എത്ര പേര് ഒരു 100 കുട്ടികളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികൾ കൈവന്തിക്കും? I have faced the same situation. How many of you like this language? എല്ലാവരും കൈപ്പൊക്കും. How many of you are confident enough to speak in English? പരസ്പരം നോക്കുകയാണ് ചെയ്യുക. എത്ര പേര് കൈവന്തിക്കും ഒരു 100-ല്? ഒരു ഹാർഡ്ലി 5-10? Maximum 15 to 20. 15 to 20 is the maximum. Oh, that's a great number, by the way. Among 100 students. അപ്പോൾ ഞാൻ പറയുന്നത്, എനിക്ക് അതായത് ഒരു 50 സ്റ്റുഡൻസിലൊക്കെ ആകുമ്പോൾ വളരെ കുറച്ച് പേരെ കൈ പൊന്തിക്കുകയുള്ളൂ. അപ്പോൾ അവരുടെ പേടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കൈ പൊന്തിച്ചവരും കൂടി വിളിക്കുമോ എന്നുള്ളതിനെ കൊണ്ടാണ്. അതിൻ്റെ തൊട്ട ശേഷമുള്ളവരൊക്കെ ഉണ്ടാവും. ബട്ട് ദ ഐഡിയ ഇസ്, ആൻഡ് ദെൻ ഐ ജസ്റ്റ് ഈ ക്വസ്റ്റ്യനെ ഞാൻ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കും. ഞാൻ ചോദിക്കും, ഹൗ മെനി ഓഫ് യു ക്യാൻ കോൺഫിഡൻ്റ്ലി റൈറ്റ് എ പേജ് ഓഫ് ഇംഗ്ലീഷ്? ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ ഇൻ എ പേജ് എഴുതാൻ പറ്റും. അപ്പോൾ ഒരുപാട് പേര് കൈവന്തിക്കും. ഞാനൊരു ടോപ്പിക് തന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? They raise their hand. And I would just ask, how many of you can listen to 1 minute of English and understand the meaning? ഒരുപാട് പേര് കൈവന്തിക്കും. ഞാൻ ചോദിക്കും, how many of you can read and understand? Okay, this is the third one. So reading ആയി, ലിസൺ ആയി, ആൻഡ് റൈറ്റിംഗ് ആയി. അപ്പോഴും ഞാൻ റീഡിങ് ചോദിച്ചാലും ഒബ്വിയസ്ലി നമ്മൾ 1ാം ക്ലാസ് മുതൽ LKG മുതൽ വായിക്കുന്നതാണ്. And then the last question comes, how many of you can confidently speak in English? Okay, ഈ ചോദ്യത്തിലേക്ക് വരുന്ന സമയത്ത് the kids won't raise the hand. Okay, ആദ്യം ഞാൻ ചോദിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ പിന്നെ സ്പീക്ക് എന്ന് പറഞ്ഞൊരു ടേമിലേക്ക് വരുന്ന സമയത്ത് സോ ഞാൻ പറയും, ഇന്ന് മുതൽ നിങ്ങൾ ഒരാളോടും പറയരുത് ദാറ്റ് ഐ എം റിയലി ബാഡ് അറ്റ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. മൈ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസ് ആർ നോട്ട് ദാറ്റ് ഗുഡ്, അല്ലെങ്കിൽ ഐ എം വർക്കിംഗ് ഓൺ മൈ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസ്. സ്പെസിഫിക്കലി സംസാരിക്കൂ, സോ ദാറ്റ് യു ഹാവ് ടു വർക്ക് ഓൺ യുവർ സ്പീക്കിംഗ് സ്കിൽസ്. ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാതിൽ അടക്കിയാണ്, ആൻഡ് ദെൻ സംബഡി എൽസ് ഹാവ് ടു കം ആൻഡ് ഓപ്പൺ ഇറ്റ്. പക്ഷേ സ്പീക്കിംഗ് അറിയില്ല എന്ന് പറയുമ്പോൾ യു ആർ ടെല്ലിങ് യുവർ ബ്രെയിൻ ദാറ്റ് ഹേ, ഐ നീഡ് ടു വർക്ക് ഓൺ മൈ സ്പീക്കിംഗ് സ്കിൽസ്, അല്ലേ? അപ്പോൾ ഇത് ഒരു വലിയ ബാരിയറായി കുട്ടികളുടെ ഇടയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നതിൻ്റെ കൂടെ ഞാൻ ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ്, ഈ കൈ പൊന്തിച്ച കുട്ടികളിൽ ഐ എം പ്രെറ്റി ഷുവർ ദാറ്റ് അറ്റ്ലീസ്റ്റ് 2 or 3 of them have had the liberty of getting an abroad education. വിദേശ രാജ്യത്ത് കുട്ടിക്കാലമോ അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് ഞാൻ ഉദ്ദേശിക്കുക. ഇന്റർനാഷണൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും ഈ കുട്ടികൾ.
അപ്പോൾ എന്താ ഇൻ്റർനാഷണൽ സ്കൂളിൽ അവർ വേറെ ഇമ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ലല്ലോ ടീച്ചേഴ്സിനെ. ഇവിടെ കേരളത്തിലുള്ള ഇൻ്റർനാഷണൽ സ്കൂളിൽ നമ്മൾ ടീച്ചേഴ്സ്, പക്ഷേ അവർ വളരെ അവരുടെ സിസ്റ്റമാറ്റിക് ആയിട്ട് കുട്ടികൾക്ക് ഈ പറഞ്ഞ സോഫ്റ്റ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള വേദികൾ ഒരുക്കിക്കൊണ്ടാണ് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇവർ പോലും അറിയാതെ ഇറ്റ്സ് ഗെറ്റിംഗ് ഇംബൈബ്ഡ് ഇൻ ദ കിഡ്. വ്യത്യാസം മനസ്സിലായില്ലേ? മറ്റ് സിനാരിയോയിൽ നമ്മൾ പരീക്ഷ എഴുതുന്നു പാസ്സാവുന്നു, പരീക്ഷ എഴുതുന്നു പാസ്സാവുന്നു. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് എന്താ ഓർമ്മ വന്നതെന്നറിയോ? സാധാരണ ക്ലാസ്സിൽ അത്യാവശ്യം നല്ല കോൺഫിഡൻസോടുകൂടി ലാംഗ്വേജ് കൊണ്ടുപോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ യൂഷ്വലി ക്ലീഷ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താ, സർ CBSE ആണെന്ന് തോന്നുന്നു. CBSE ആണെന്ന് തോന്നുന്നു. സോ Yes. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ശരിക്കും നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സ്കൂൾ അറ്റ്മോസ്ഫിയർ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഈ ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം തുടങ്ങിയിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മുടെ സ്കിൽസിനെ ബാധിക്കുമോ? യെസ്, ലാംഗ്വേജ് ഓഫ് മീഡിയം നമ്മൾ പഠിക്കാൻ ഉപയോഗിച്ചത് ഒബ്വിയസ്ലി, കാരണം നമ്മുടെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ ഇതിനെ കാണുക. സോ നമുക്ക് എത്രത്തോളം ഇൻപുട്ട് കൂടുന്നോ ഒരു ലാംഗ്വേജിൽ, അത്രത്തോളം നമ്മുടെ ഔട്ട്പുട്ടും വർദ്ധിക്കുമെന്നാണല്ലോ ബേസിക് സൈക്കോളജി. ആലോചിച്ചാൽ മതി. നമ്മളൊരു ഭാഷ അക്കസ്റ്റംഡ് ആയി കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയാതെ അത് പറഞ്ഞു പോകും. നമ്മൾ ആ രാജ്യത്ത് പോയിട്ട് പലരും എൻ്റെ സ്കൂളിൽ പഠിച്ചു വരുത്തേണ്ടായിരുന്നു. അവൻ കുറച്ച് വർഷം ദുബായിൽ നിന്നിട്ട് തിരിച്ച് കൂട്ടാൻ പോയപ്പോൾ അവനോട് ഫസ്റ്റ് പറഞ്ഞത് നമുക്കൊന്ന് സ്കൂളിൽ പോകണം, ഹിന്ദി ടീച്ചർ ഒന്ന് കാണണം എന്നാ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താടാ? അപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ മേ മുझे अच्छे तरह बात कर सकता है अभी. കാരണം അവൻ അന്ന് ആ സ്കൂളിൽ ഹിന്ദി അറിയുന്ന ആകെ ടീച്ചറായിരുന്നു. അപ്പോൾ അന്ന് ടീച്ചർ ഞങ്ങളൊക്കെ കുറേ കളിയാക്കിയിട്ടൊക്കെ ഉണ്ടല്ലോ ഹിന്ദി അറിയാത്തതിൻ്റെ പേരിൽ. അപ്പോൾ ഇവനിപ്പോൾ അത് പഠിച്ചപ്പോൾ ആ ഒരു വെഞ്ചൻസ് കാണിക്കണം. തമാശക്കാണെങ്കിലും അവൻ അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ എങ്ങനെ പഠിച്ചു? അവൻ ഹിന്ദിക്കാരെ കൂടെയാണ്, അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരുടെ ഇടയിലാണ്. അവിടെ അവൻ വേറെ സ്പെഷ്യൽ കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല. സോ ലാംഗ്വേജിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും അറ്റാച്ച് ചെയ്യുന്ന പഠിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ലേ, അതിനെടുത്ത് കളഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഫ്രീലി നമ്മൾ സമൂഹത്തിൽ ഉപയോഗിക്കാൻ പ്രാപ്തരാവുകയുള്ളൂ. അത് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഇപ്പം സ്കൂളിൽ നല്ല അതേപോലെ CBSE ഇംഗ്ലീഷ് മീഡിയം പഠിച്ചാലും സംസാരിക്കാനുള്ളൊരു കഴിവില്ലെങ്കിൽ, അതുകൊണ്ടല്ലേ പലപ്പോഴും ഇന്റർവ്യൂവിന് പോകുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഡിസ്കഷനിൽ പോകുമ്പോൾ മിക്കവാറും ആവറേജ് സ്റ്റുഡൻസ് ആയിരിക്കും ബ്രൈറ്റ് സ്റ്റുഡൻസിനേക്കാൾ സ്കോർ ചെയ്യുന്നത് അല്ലേ? സോ ഇറ്റ് ഈസ് ആക്ച്വലി ദ കോമ്പിനേഷൻ ഓഫ് ബോത്ത് സ്കിൽസ് ആൻഡ് ലാംഗ്വേജ് സ്കിൽസ്. അങ്ങനെ തോന്നിയിട്ടില്ല? ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ കുട്ടികൾ ക്ലാസ്സിൽ നമ്മുടെ മാർക്സിലാണ് ആവറേജ് ആവുന്നത്. ഈ സമയം അവർ ഈ ബാക്കിയുള്ള സമയം ഇവരെന്താ ചെയ്യുന്നത് അറിയോ? ഇവർ ചിലപ്പോൾ ക്ലാസ് കട്ടാക്കുന്നവരുണ്ടാവും. ക്ലാസ് കട്ടാക്കുന്നതിന് നല്ല പറയല്ല, പക്ഷെ അല്ലെങ്കിൽ വൈകുന്നേരം പോയിട്ട് ഇവർ ചേട്ടന്മാരുടെ കൂടെ ഫുട്ബോളോ ക്രിക്കറ്റോ കളിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ വീട്ടുകാരെ കൂടെ എന്തൊക്കെയോ സിനാരിയോസിൽ ഇവർ ഒരുപാട് സമൂഹത്തിൽ പുതിയ ആളുകളെ കാണുന്നുണ്ട്. സോ വാട്ട് ഈസ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ? അഗെയിൻ യു ആർ മീറ്റിംഗ് എ റാൻഡം സെറ്റ് ഓഫ് ന്യൂ പീപ്പിൾ ആൻഡ് അവിടെ എൻ ഇൻ്റർവ്യൂ ഇസ് ടു ടേക്ക് ഇൻ പീപ്പിൾ ബട്ട് എ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇസ് ടു ഒമിറ്റ് പീപ്പിൾ എന്നാ പറയാം. 20ൽ നിന്ന് 2 പേരെയൊക്കെ അല്ലെങ്കിൽ ഒരാളെയൊക്കെ ഇൻ്റർവ്യൂയുടെ ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുന്നത്. സോ ദേ ക്യാൻ ഗെറ്റ് ദ ക്രീമി ലെയർ ഔട്ട്. അപ്പോൾ ഈ പ്രോസസ്സിൽ നമ്മൾ അത്യാവശ്യം നല്ലൊരാളാണെങ്കിൽ വരെ നമ്മൾ ഓവർ പവർ ചെയ്യുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ ദി അതർ പേഴ്സൺ ഗെറ്റ് സെലക്റ്റഡ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ്സ് നോട്ട് ഓൾവേസ് അബൌട്ട് ടോക്കിംഗ്. 10 മിനിറ്റിൻ്റെ GDയിൽ നിങ്ങൾ 8 മിനിറ്റ് സംസാരിച്ചാൽ യു ആർ നോട്ട് ഗോണ ഗെറ്റ് ദ ജോബ്. സോ യു ഹെൽപ്പ് അതേഴ്സ്. ഒരുപാട് ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്ത് നമ്മൾ അങ്ങനെയുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ അവിടെ കാണിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. അതിലൊന്നാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് മാത്രമല്ല, ഈ ആളുടെ ഒരു എങ്ങനെയുണ്ട് അപ്രോച്ച്, എങ്ങനെയുണ്ട് ഒരാളോട്. ഈ 8 മിനിറ്റ് സംസാരിച്ച ആളെ ഞാൻ ജോലിക്ക് എടുത്താൽ അവൻ പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഓഫീസിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ എന്നോട് സാർ ഇവിടെ ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്, വാ ഞാൻ പറഞ്ഞുതരാമെന്ന് പറയും ഒബ്വിയസ്ലി. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ആളെ എല്ലാം സെലക്ട് ചെയ്യുക. ഞാൻ എല്ലാവരും പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ, ലിസണിങ് കപ്പാസിറ്റി ഉണ്ടോ, ആൾ കുറച്ചും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരാളാണോ, നേരത്തെ പറഞ്ഞ മാളവിക പറഞ്ഞ പോലെ പറയാത്ത ആൾക്കാർക്ക് അവസരം കൊടുക്കുന്നുണ്ടോ, പോയിന്റ്സിനെ എംഫസിസ് ചെയ്ത് പറയുന്നുണ്ടോ, എതിർക്കാൻ പോകുന്ന പോയിന്റ്സിനെ ഡിബേറ്റ് മോഡിലേക്ക് കൊണ്ടുപോകാതെ പൊളൈറ്റ്ലി പറയാൻ സാധിക്കുന്നുണ്ടോ. സോ ഓൾ ദീസ് സ്കിൽസ് ഒരുമിച്ച് വരുന്ന സമയത്താണ് ഒരു GDയിൽ നിങ്ങൾ പെർഫോം ചെയ്തു എന്ന് നമുക്ക് പറയാം. എല്ലാ സോഫ്റ്റ് സ്കിൽസും ഇവിടെ കവർ ആയി കഴിഞ്ഞു. യെസ്, ഒന്ന് ആലോചിച്ച് ഒരു ഇവാലുവേഷൻ ഷീറ്റ് നോക്കുകയാണെങ്കിൽ ഈ പോയിന്റ്സിനല്ലേ നമ്മൾ സോഫ്റ്റ് സ്കിൽസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു ഇന്റർവ്യൂ ആയിക്കോട്ടെ, ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിക്കോട്ടെ, ഇത് അസസ്മെന്റ് നടത്തുന്ന ആള് ഒരു വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് മനസ്സിൽ നോക്കിയിട്ട് ഇവൻ നന്നായി ഇവള് നന്നായി അങ്ങനെയല്ല. നമ്മളൊരു വ്യക്തമായ റൂബ്രിക്സ് കീപ്പ് ചെയ്യും. ഈ റൂബ്രിക്സിൽ ഒന്ന് ബോഡി ലാംഗ്വേജ് അടക്കം ഇതിൽ ഒരുപാട് ക്രൈറ്റീരിയാസിൽ പോയിന്റ് ഇട്ടിട്ട് ലാസ്റ്റ് ആ മാർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആൾക്കേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം വി കണ്ടക്ട് എ ലോട്ട് ഓഫ് ദം അല്ലേ. അപ്പോൾ നമ്മൾ ബയസ്ഡ് ആവരുത്. അതിനെക്കൊണ്ട് വി ഫോളോ ഒരു സെറ്റ് ഓഫ് റൂബ്രിക്സ്. ഈ റൂബ്രിക്സിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമാണ് എന്ത് ഗ്രൂപ്പ് ഡിസ്കഷൻ ക്ലിയർ ചെയ്യാൻ. മേ ബി യു ആർ റിയലി നോട്ട് ഗുഡ് അറ്റ് ഇംഗ്ലീഷ്, ബട്ട് ദെൻ യു ക്യാൻ കവർ ഓൾ ദി അതർ ഏരിയാസ് വെർ യു ക്യാൻ ഗെറ്റ് എ മാർക്ക്. പിന്നെ നമ്മുടെ ഒരു എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതാണ്, സൊസൈറ്റി ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യുന്നത് സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കുട്ടികളെയാണ്. അതേസമയം
അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻട്രോവേർട്സ് ആയിട്ടുള്ള കുട്ടികളും. ട്രെയിനർ എന്നുള്ളൊരു നിലയ്ക്ക് നമുക്ക് കിട്ടുന്നത് ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ്. Yeah. സോ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടിയുടെ ഏറ്റവും വലിയ വീക്ക്നെസ്സും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഒരു സ്ട്രെങ്ത് എന്തായിരിക്കും? ഓക്കെ, ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും വെറുതെ എടുത്ത് വെച്ച് ഉപയോഗിക്കുന്ന ഇൻവെർട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. തിയേറ്ററിലൊക്കെ ഇറങ്ങി വരുന്നവർ എടുത്ത് സിനിമയുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ സോറി ഞാൻ ഇൻട്രോവേർട്ടാന്ന് പറയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇൻട്രോവേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആരാണ് ശരിക്കും? അവർ എല്ലാതും വന്ന് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അവർ ഹൈലി ഒബ്സർവൻ്റ് ആയിട്ടുള്ള കീൻ അനലിറ്റിക്കൽ സ്കിൽസ് ഉള്ള ഒരു സെറ്റ് ഓഫ് ആൾക്കാരാണ്. അവർ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇടയിൽ ഉള്ള സമയത്ത് സംഭവിക്കുന്നതൊക്കെ അവർ കാണുന്നുണ്ട്, അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ വളരെ നല്ല രീതിയിൽ അവർ ഡിസൈഡ് ചെയ്തിട്ട് അവർ പറയാൻ ഉദ്ദേശിച്ച സാധനം മാത്രം പറഞ്ഞു പോകുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരുവിധം ജോലികളിലേക്കൊക്കെ കയറാനുള്ള ഒരു ക്രൈറ്റീരിയ ഈസ് ടു ക്ലിയർ ആൻ ഇൻ്റർവ്യൂ ഓർ എ ഗ്രൂപ്പ് ഡിസ്കഷൻ. അപ്പം ഞാൻ ഇൻട്രോവേർട്ട് ആണ് എന്നുള്ളതിന് നമുക്ക് കാറ്റഗറി വൈസ് അതിൻ്റെ സൈഡിൽ എഴുതി വെക്കാനൊന്നും പറ്റില്ല. സോ നമ്മുടെ പ്രൊഫഷൻ ആവശ്യപ്പെടുന്ന, നമ്മൾക്ക് ജോലിയിൽ മുന്നേറാൻ വേണ്ടിയിട്ടുള്ള പല സാഹചര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു എക്സ്ട്രോവേർട്ടിൻ്റെ എല്ലാ ക്വാളിറ്റീസും കാണിക്കേണ്ടതാണ്. അതായത് ഇഫ് യു ആർ ഇൻ എ ബോർഡ് റൂം ആൻഡ് യു ഹാവ് ടു പ്രസൻറ്റ് സംതിങ്, ദേ ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് എൽസ് ഫ്രം യു. യു ഹാവ് ടു പ്രസൻറ്റ് ആൻഡ് കൺവിൻസ്. നിങ്ങളുടെ ക്ലയൻ്റ് ആവാം, ബോസ് ആവാം, ഡിസിഷൻ മേക്കർ ആയിട്ടുള്ള വേറെ ആരും ആവാം. അവരെ മുന്നിൽ ഇമ്പ്രസ് ചെയ്യുന്ന ഒരു ഫ്രഷർക്കേ അടുത്ത റോളിലേക്ക് പോകാൻ ചാൻസ് ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങളെക്കാൾ പ്രസൻറ്റ് ചെയ്യുന്ന ഒരാൾ നിങ്ങൾക്ക് അറിവ് കൂടുതലാണെങ്കിൽ നിങ്ങൾ അവിടെ ഇരുത്തിയിട്ട് ആ ആളെ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകുള്ളൂ. ക്ലയൻറ്റ് ഇൻട്രാക്ഷൻ സംഭവിക്കുക ഏറ്റവും നല്ലോണം ക്ലയൻറ്റിനെ കൺവിൻസിങ് സ്കില്ലുള്ള ആളടുത്ത് തന്നെ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റോളിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്കില്ല് പഠിക്കണം എന്നാണ് ഞാൻ പറയാം. ഐ നെവർ ആസ്ക് എൻ ഇൻട്രോവേർട്ട് ടു ബിക്കം എൻ എക്സ്ട്രോവേർട്ട് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ്. നോ, നെവർ. യു ആർ യുവർ സെൽഫ്. നമ്മൾ ആ ഒരു നമ്മൾ എന്താണോ സ്ഥായിയായ എൻ്റെ സ്വഭാവം, ഞാൻ ആ സ്വഭാവം തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ബട്ട് വെൻ ഇറ്റ് കംസ് ടു സർട്ടൻ സിറ്റുവേഷൻ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, നമ്മളെ ഒരു സ്കില്ല് അസസ് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഞാൻ ഇൻട്രോവേർട്ടാന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ആവനാഴിയിൽ അമ്പുകൾ ഉണ്ടായിരിക്കണം. എന്തിനാണ്? ഞാൻ എൻ്റെ സ്കില്ല് പെർഫോം ചെയ്യുമ്പോൾ കാണിക്കുന്നു. ആൻഡ് ദെൻ യു ഗോ ബാക്ക് ടു ഹൂ എവർ യു ആർ. ഐ നോ ടീച്ചേഴ്സ് ഹു ഡു എ ഗ്രേറ്റ് ജോബ് ഓൺ സ്റ്റേജ്. വന്ന് ക്ലാസ് എടുത്ത് ഭയങ്കര ട്രെയിനേഴ്സ് ഭയങ്കര അടിപൊളിയായിട്ട് എടുത്ത് ആൻഡ് ദെൻ ദേ ജസ്റ്റ് വാനിഷ് റൈറ്റ് ആഫ്റ്റർ ദ ക്ലാസ്. ദേ ഡോണ്ട് കം ആൻഡ് സിറ്റ് ടുഗെദർ ഫോർ ദ ഡിസ്കഷൻ. എങ്ങനെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു, ഒന്നും ഇരിക്കില്ല. They just go. They say, I have to leave. അവരുടെ പാർട്ട് പെർഫെക്റ്റ് ആക്കുന്നു and just Yeah, do their job. ആ സമയത്തേക്ക് അവരെങ്ങനെ സ്വിച്ച് ചെയ്യുന്നു, നാഗവലി സ്വിച്ച് ചെയ്യുന്നവർ സ്വിച്ച് ചെയ്യും. എന്നിട്ട് അവർ തിരിച്ചു വന്നിട്ട് then they be on their own. So you have the liberty to be yourself, but at the same time you are doing the job that you are supposed to do. സോ അങ്ങനെ ഇത് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ പ്രാക്ടിക്കലി ചെയ്യണമെങ്കിൽ ആസ് എ ഹ്യൂമൻ ബീങ് യു നീഡ് ടു ഹാവ് സിനാരിയോസ് വെർ യു ക്യാൻ പ്രാക്ടീസ് ദിസ്. നമ്മളൊക്കെ ഇപ്പോൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ പറയുന്നുണ്ട്, ഇപ്പോൾ AI ഉണ്ട്, നമ്മൾക്ക് ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ ജസ്റ്റ് ഗോ ടു ദ ലൈവ് വേർഷൻ ഓഫ് ChatGPT ഓർ Gemini, ടോക്ക് ടു ഇറ്റ്. അല്ലെങ്കിൽ വി ഓൾവേസ് ടെൽ പീപ്പിൾ ടു ലുക്ക് അറ്റ് ദ മിറർ ആൻഡ് സ്പീക്ക്. ഹാവ് യു ഹേർഡ് ഓഫ് ദിസ്? നമ്മളും പറഞ്ഞിട്ടുണ്ട് ഒരു കാലഘട്ടമൊക്കെ. ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, ഇഫ് യു ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ, റെക്കോർഡ് ആൻഡ് ലിസൺ ഒക്കെ നമ്മൾ പറയാറുണ്ട്. ലാംഗ്വേജ് ലേണിംഗ് ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് സ്പീക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമ്മളെ ബ്രെയിൻ ഇസ് വെരി ക്ലെവർ ദാറ്റ് ഇറ്റ് നോസ് ദാറ്റ് ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് എ റിയൽ ഫീഡ്ബാക്ക്, ഓക്കെ, ഒരു മനുഷ്യൻ അപ്പുറത്തു നിന്ന് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് പറഞ്ഞു തരൂല എന്നുള്ള സാഹചര്യത്തിൽ ബ്രെയിൻ അതിൻ്റെ ഫുൾ ഫങ്ഷനിങ്ങിൽ എത്തൂല, അത് പഠിക്കാൻ ശ്രമിക്കൂല. മിററിൽ ഞാൻ തന്നെയാണുള്ളതെന്ന് എൻ്റെ ബ്രെയിനിന് അറിയാലോ. ആ മിററിലുള്ള ആൾ എന്നോട് ഇത് നന്നായിന്നോ ചീത്തയായിരുന്നോ എന്നെ അസസ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം എൻ്റെ ബ്രെയിനിന് അറിയാം. അതുപോലെ തന്നെ AI ഞാൻ ഓഫാക്കി വെച്ചാൽ AI ഒന്നും അറിയാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾക്ക് ഇതുപോലുള്ള റിയൽ സിനാരിയോസ്, ക്ലാസ് റൂം സിനാരിയോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വല്ല ക്ലബിലുണ്ടായിക്കോട്ടെ, എന്തായാലും ആ സിനാരിയോസ് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര കൂടുതൽ ഉണ്ടാകുന്നോ അത്രയും അധികം നിങ്ങൾ ഇതിനെ ഷാർപ്പൺ ചെയ്യും നിങ്ങളുടെ സ്കിൽസ്. ഓക്കെ, കുറച്ച് മോട്ടിവേഷൻ കിട്ടിയതുകൊണ്ട് ചോദിക്കാൻ, ഐ വിൽ ഗിവ് യു 2 words. ഇതിൽ ഒരു സ്റ്റുഡന്റ് പെർസ്പെക്റ്റീവിൽ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം? ഓക്കെ, ഡിസിപ്ലിൻ, മോട്ടിവേഷൻ. ഡിസിപ്ലിൻ ആൻഡ് മോട്ടിവേഷൻ, വിച്ച് വൺ ഇസ് ഇമ്പോർട്ടൻ്റ് എന്നാണ് ചോദ്യം അല്ലേ? മോട്ടിവേഷൻ എന്നുള്ള വാക്കിന് പകരം ഞാൻ വേറൊരു വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ പെർസിവേറൻസ് എന്ന് പറയാം. പെർസിവേറൻസ്, അതായത് നമ്മൾ ഒരു കാര്യത്തിൽ തുടർന്നു പോകാനുള്ള, നമുക്കുള്ള ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാനുള്ള ഒരു ആറ്റിറ്റ്യൂഡാണല്ലോ പെർസിവേറൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഡിസിപ്ലിൻ എന്നുള്ള വാക്കിന് പകരം ഞാൻ ഇനിയുള്ള കാലഘട്ടത്തിൽ കുട്ടികളെ ആവശ്യപ്പെടുക ഗ്രിറ്റ് എന്ന് പറയും, വേണമെങ്കിൽ അതിനെ ഗ്രിറ്റ് എന്നാണ് ആ വേർഡ്. ഗ്രിറ്റ് ഈസ് ആക്ച്വലി ഡിസിപ്ലിൻ. പക്ഷേ നമ്മൾ ഏറ്റവും ലോ മൊമെന്റിലും എഴുന്നേറ്റ് പോയിട്ട് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ സാധനം ചെയ്യാനുള്ള ആ മൈൻഡ് സെറ്റ്, ഇതാണ് സത്യം പറഞ്ഞാൽ ഈ റെസിലിയൻസ് തന്നെ. അപ്പോൾ നമ്മൾ ഈ ഒരു ജനറേഷനിലുള്ള കുട്ടികൾ വളരെയധികം ലാക്ക് ചെയ്യുന്നത്, അതായത്
അവർക്ക് റീൽ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ സ്പീഡ് ലൈക്ക് 8 സെക്കൻഡാണ് അവരുടെ ഒരു അറ്റൻഷൻ. അവരൊരു റീലിന് ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ ഡിജിറ്റലി ക്രിയേറ്റ് ചെയ്യുന്ന കോണ്ടന്റിൽ 8 സെക്കൻഡിനുള്ളിൽ ഇഫ് യു കാൺ ഗ്രാബ് ദെയർ അറ്റൻഷൻ ഇറ്റ്സ് ഗോൺ ഫോർ എവർ. യെസ്, മാർക്കറ്റിംഗിൽ ഏറ്റവും കൂടുതൽ പറയുന്നല്ലേ ഫോമോ ക്രിയേറ്റ് ചെയ്യുക 8 സെക്കൻഡ്സ്. സെക്കൻഡിനുള്ളതാണ്. അപ്പോൾ നമ്മൾ പിന്നീട് നമുക്ക് അവർക്ക് വേണമെങ്കിൽ എന്തും സെല് ചെയ്യാം. അപ്പോൾ ഒരു 8 സെക്കൻഡിൻ്റെ റീലിൻ്റെ ഉള്ളിൽ അവരെ ഒരു പിടിച്ചിരുത്താനുള്ള ഒരു കോണ്ടന്റ് നമ്മൾ ഉണ്ടാക്കി അവർ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 1 മണിക്കൂറിൻ്റെ വീഡിയോ ഉണ്ടാക്കിയാലും അവർ കാണും. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞ 2 സ്കില്ലും നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഞാൻ പറയും ഗ്രിറ്റ് തന്നെയാണ് ഏറ്റവും വലുത്, അല്ലെങ്കിൽ ഡിസിപ്ലിൻ തന്നെയാണ് ഏറ്റവും വലുത്. യുവർ എബിലിറ്റി ടു മെയിൻറ്റെയിൻ യുവർ ഒരു മൊമെൻറ്റം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ത്രൂ ഔട്ട് വെൻ വാട്ട് എവർ ഹാപ്പൻസ് ഐ വിൽ ഡു ദിസ് എന്നുള്ളത്. കാരണം ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മളവിടെ എന്തും പഠിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇൻഫർമേഷൻ ആയിക്കോട്ടെ എല്ലാതും ഫ്രീലി അവൈലബിൾ ആണ്, ഓൺലൈനിലാണെങ്കിലുമാണ്. ഒരുപാട് ഫ്രീ ഓൺലൈൻ കോഴ്സസ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആകുമ്പം യു ആർ ഓവർലോഡഡ് വിത്ത് ഇൻഫർമേഷൻ. ഇതിനെ നമ്മൾ സിസ്റ്റമാറ്റിക്കലി ഞാൻ ഡെയിലി ഇത്ര നേരം ഇത് ചെയ്യും എന്നുള്ള ഒരു മോട്ടിവേഷനിലൂടെ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ you can grab anything, you can learn anything in this new world. പണ്ടൊക്കെ അറിവിന് വളരെ ക്ഷാമമായിരുന്നു അല്ലേ? പണ്ടൊക്കെ നമ്മൾ പഠിക്കണമെങ്കിൽ ഒരു കോഴ്സ് എൻറോൾ ചെയ്ത് അവിടെയുള്ള ടീച്ചർ അറിവിൻ്റെ ഒരു ഇത്ര പെർസെൻറ്റേജ് നമ്മൾ റീറ്റെയിൻ ചെയ്യുള്ളൂ. തിരിച്ചു വന്ന് നമുക്ക് ഒന്നുമില്ല, നമ്മൾ നോട്ട്സ് നോക്കി പഠിക്കണം. ഇപ്പം അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ. ഇപ്പോൾ ടീച്ചറെക്കാളും നല്ല അറ്റ് ദ ഫിംഗർ ടിപ്പ്. സോ അതുപോലെ തന്നെ ഒരു കോൺസ്റ്റൻറ്റ് ഫീഡ്ബാക്ക് തരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കോൺസ്റ്റൻറ്റ് ഫീഡ്ബാക്ക് തരുന്ന സിനാരിയോസ് ഒഴികെയുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും ഇപ്പോൾ AI ഓവർ പവർ ചെയ്ത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞ ഇമെയിൽ ഇസ് വൺ സച്ച് തിങ്. ലൈക്ക് ഹൗ മെനി ഓഫ് us write an email without checking it with the AI? That's the duty of ChatGPT. Yeah, that's the duty of ChatGPT. It knows everything better than us. അല്ലേ? നമ്മളെ എന്ത് നടക്കുന്നു എന്നുള്ള പലപ്പോഴും കുട്ടികൾ കട്ട് കോപ്പി പേസ്റ്റ് എന്നുള്ള രീതിയിൽ അങ്ങ് പോവാണ്. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. വി നോ ഇറ്റ്സ് AI generated one. And ആരൊക്കെയോ ഇഫ് യു വാണ്ട് എ ബെറ്റർ വേർഷൻ ഓഫ് ഇറ്റ് എന്നുള്ളതൊക്കെ മെയിലിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് അയച്ച കഥകളൊക്കെ. യെസ്. അപ്പോൾ ഇതിലെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് AI-ന്റെ ഒരു ജോലി തന്നെയാണ്. പക്ഷേ നമ്മളെ അങ്ങനെയുള്ള ജോലികൾ ഏൽപ്പിക്കാനുള്ള ടൂൾസ് വരുമ്പോഴേ ദ ബിഗ് പീപ്പിൾ ക്യാൻ മേക്ക് മണി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇത് ഏറ്റവും ആദ്യം വന്നത് എവിടെയാണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഡു യു റിമെമ്പർ യു ടെക്സ്റ്റിംഗ് വിത്ത് യുവർ ടെക്സ്റ്റ് ഫോൺ, ഐ മീൻ കീപാഡ് ഫോൺ വെച്ച് ടെക്സ്റ്റ് ചെയ്യുന്നത് ഓർമ്മയുണ്ടോ? ആ സമയത്ത് വി യൂസ് ടു റിമെമ്പർ എ ലോട്ട് ഓഫ് സ്പെല്ലിങ്സ്. ഓക്കെ, വേർഡ്സിൻ്റെ സ്പെല്ലിംഗ് ആയിക്കോട്ടെ, നമ്മൾ ഹോൾ സ്പെല്ലിംഗ് നമ്മൾ ഓർത്ത് വെച്ചിരുന്നു. ആൻഡ് ദെൻ ദിസ് തിങ് കെയിം കോൾഡ് സജഷൻസ്. The suggestion would just pop up the moment you type in the word. So now do you really remember all the word? I mean, I don't actually remember the word as such. അതിനെ ഓർത്ത് വെക്കേണ്ട ആവശ്യം എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ലേണിംഗ് സാധനമാണ് ഗൂഗിൾ. ഗൂഗിൾ ഇസ് വെർ യു ഗോ ഫൈൻഡ് ലുക്ക് ഫോർ ഇൻഫർമേഷൻ ആയിരുന്നു അല്ലേ? കാരണം നമ്മൾ ഏറ്റവും നല്ല വെബ്സൈറ്റ് സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞൊരു സാധനം മാത്രമേ നമ്മൾക്കുള്ള ഉത്തരവാദിത്തമുള്ളൂ. അവിടെ നിന്നുള്ള മാത്രമേ ഉള്ളൂ. എന്നിട്ടും അതിൽ കുറേ ഡിജിറ്റലി ആൾക്കാർ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അറിവ് നമുക്ക് ഗൂഗിളിലേക്ക് എത്തി. ആൻഡ് യു സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഫോർ ഇൻഫർമേഷൻ ആൻഡ് യു ടേക്ക് ഔട്ട് ദ ഇൻഫർമേഷൻ ഫ്രം ദ ഹോൾ ഇൻഫർമേഷൻ ദാറ്റ് യു ഹവ് ഗോട്ട്. അങ്ങനെ ഒരു പ്രോസസ്സ് നമ്മളെ ബ്രെയിൻ ചെയ്തിരുന്നു. അതായത് ഒരു 2-3 വെബ്സൈറ്റിലുള്ളത് കോപ്പി ചെയ്ത് നമ്മൾ അതിന്റെ ഒരു സാധനം എടുത്തിട്ടാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വേർ ആർ വി സ്റ്റാൻഡിങ് നൗ? വി ആർ സ്റ്റാൻഡിങ് സംവെയർ വേർ ദ ബ്രെയിൻ ഹാസ് നത്തിങ് ടു ഡു ബട്ട് ടു പ്രോംപ്റ്റ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഉത്തരവാദിത്തമുള്ളൂ. ഈ പ്രോംപ്റ്റിങ്ങിന് വരെ നമ്മളിപ്പോൾ ലേസി ആയി തുടങ്ങി. ഇപ്പം എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വായിച്ചതാണ് AI ആക്ച്വലി ഇപ്പോൾ ഗൂഗിൾ ഹാസ് ഇൻഫ്ലുവൻസ്ഡ് യുവർ നോളജ്, AI is influencing the way you think. These are two different things. If your first thought is to go to an AI to find information or ask for solutions, that is how the brain is trained. നമ്മളൊക്കെ ഓൾറെഡി വേറൊരു ഫോം കണ്ടിട്ട് ഇങ്ങോട്ട് വന്ന ആൾക്കാരാണ്. ഓക്കെ, നമ്മൾ ബുക്കിൽ നിന്ന് പഠിച്ച് പിന്നെ ഗൂഗിളിൽ പഠിച്ചു, ഞാൻ പറഞ്ഞ മാതിരി ഇപ്പം AI നിൽക്കുക. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ ദ കിഡ് ഹൂ ഇസ് ഇൻ ഹിസ് 8th or 7th or 6th പഠിക്കുന്ന കുട്ടികൾ, ഹിസ് ഫസ്റ്റ് തോട്ട് ഈസ് ടു ഗോ ടു AI. അപ്പോൾ വേറൊരു മെത്തഡോളജി, വേറൊരു കണക്ഷൻ ഓഫ് ന്യൂറോൺസ് അവിടെ സംഭവിച്ചിട്ടില്ല. ഇനി സംഭവിക്കുമോ എന്നുള്ളത് ചോദ്യവുമാണ്. സോ ദാറ്റ് ഈസ് വെരി അലാമിങ്. And human beings need to interfere
ദെയർ. അവിടെ വളരെ വലിയ സാധനമാണ്. അപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് എവിടെ ചെന്ന് അവസാനിക്കും? ഒരു കോമഡി റീൽ ഉണ്ടായിരുന്നു. അതായത് ഒരു ഷോപ്പ് കീപ്പർ ഒരാൾ നിന്നിട്ട് ദേ വാണ്ട് ടു ആസ്ക് ദ ഗൈ വാണ്ട് ടു ആസ്ക് ദ ഷോപ്പ് കീപ്പർ സംതിങ്. അപ്പോൾ ആളെ എഐനോട് ചോദിക്കുന്നു. അപ്പോൾ അവിടെ നിൽക്കുന്ന ആൾ ആൻസർ ചെയ്യാനുള്ള ആൻസറും എഐനോട് ചോദിക്കുന്നു. ഇയാൾ ഇങ്ങനെ ചോദിച്ചു, ഞാൻ എന്ത് പറയണം? ആൻഡ് ദെൻ ദിസ് കോൺവെർസേഷൻ ഇസ് ലൈക്ക് ദേ ആർ വെരി ക്വിക്ക്ലി ടൈപ്പിംഗ്. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി പെട്ടെന്ന് ഇയാളുടെ ChatGPTയുടെ ഫ്രീ വെർഷൻ അവസാനിക്കുകയാണ്. അപ്പോൾ അയാൾ അവിടെ അതായത് പിന്നെ അയാൾക്കൊന്നും പറയാനറിയില്ല. ഒറ്റയ്ക്ക് ഒരു വേർഡ് ഇല്ല പറയാൻ. സോ അത് തമാശയാണെങ്കിലും ഇറ്റ്സ് വെരി അലാമിങ്. ജസ്റ്റ് ഇമാജിൻ, നമ്മളൊക്കെ കുട്ടികളുടെ പാരൻസ് ആണ്. ആൻഡ് ദ കൈൻഡ് ഓഫ് ഇൻഫ്ലുവൻസ് ഇറ്റ് ഇസ് ഗോയിങ് ടു ഗെറ്റ് ദം. കാരണം ഇത് എങ്ങനെയാണ് ഇത് പ്രശ്നമാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് പറയുന്നത്. ഇതിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡിസിഷൻ മേക്കേഴ്സ്, അതായത് വലിയ പോളിസീസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ ടീച്ചേഴ്സ്, അതുപോലെ വലിയ സയൻറ്റിസ്റ്റുകൾ, ഇവരൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ഐഡിയാസ് അല്ലെങ്കിൽ ഒരു പുതിയ രീതിയിലുള്ള തോട്ട് പ്രോസസ്സ് ഈ ലോകത്ത് നടക്കാതെയാവും. അതായത് ടീച്ചേഴ്സ് ഇങ്ങനെ ചിന്തിച്ച് തുടങ്ങി കഴിഞ്ഞാൽ AI ചിന്തിക്കുന്ന പോലെയാവും. ഒരു ന്യൂസ് ഹെഡിങ് വായിച്ചതാണ്, ലാക്ക് ഓഫ് റീഡിംഗ് ഇസ് ഗോയിങ് ടു ബി ദ നാഷണൽ ക്രൈസിസ്. യെസ്. AIനോട് ഒരു ആൾ ചോദിക്കേണ്ടായി ഒരു പ്രോംപ്റ്റിൽ, ആർ യു ഗോയിങ് ടു ടേക്ക് ഓവർ ദ വേൾഡ് എന്ന്. ഓക്കെ, അപ്പോൾ AI പറഞ്ഞ ഉത്തരം എന്താ വെച്ചാൽ, നോ, ഐ എം നോട്ട് ഗോയിങ് ടു ടേക്ക് ഓവർ ദ വേൾഡ്, യു ആർ ഹാപ്പിലി ഗോയിങ് ടു ഹാൻഡ് ഇറ്റ് ഓവർ ടു മീ എന്ന്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ മോട്ടിവേഷൻ ഡിസിപ്ലിനിൽ ഇപ്പം ഇതിനെക്കുറിച്ചൊരു ധാരണയായിട്ടുണ്ട്. പക്ഷേ എത്രയൊക്കെ ഞാൻ ഇനി നാളെ മുതൽ കൺസിസ്റ്റൻ്റ് ആകും എന്നുള്ളൊരു റെസൊല്യൂഷൻ പോലെ സ്റ്റാർട്ട് ചെയ്താലും അവിടെ ഇരിക്കുമ്പോൾ ഒരൊറ്റ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി മതി നമ്മുടെ അറ്റൻഷൻ ഫുൾ മാറാനായിട്ട്. അത് നമ്മളെല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതെങ്ങനെയാണ് നമ്മുടെ ലൈഫ് സ്കില്ലുമായിട്ട് ബന്ധിക്കുമ്പോൾ ഒരു ഇഷ്യൂ ആകുക? അത് എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യന് ഒരു 24 മണിക്കൂർ എന്നുള്ളത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണല്ലോ. ഞാൻ എൻ്റെ ക്ലാസ്സിൽ ചെയ്യുന്ന വേറൊരു സാധനം കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും ഫോൺ പുറത്തെടുക്കും. ആൻഡ് ഇഫ് യു ആർ യൂസിങ് എ ആൻഡ്രോയിഡ് ഫോൺ, അതിൽ നമ്മൾ ഡിജിറ്റൽ വെൽബീയിങ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. ഈ ഡിജിറ്റൽ വെൽബീയിങ് ചെക്ക് ചെയ്യിപ്പിക്കും. ഇഫ് യു ആർ യൂസിങ് എൻ ഐഫോൺ, സ്ക്രീൻ ടൈമാണ്. ഇത് നോക്കി കഴിയുമ്പോൾ ഞാൻ ഇവരോട് ആദ്യം ചോദിച്ച ചോദ്യം ഇതായിരിക്കും, നിങ്ങൾ പറയും എത്ര സമയം നിങ്ങളൊരു ദിവസത്തിൽ, അതായത് ഒരു ആവറേജ് സമയം നിങ്ങൾ എത്ര സമയം ഫോൺ യൂസ് ചെയ്യുന്നു? അപ്പോൾ എല്ലാവരും പറയും, സാർ ഒരു 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂറൊക്കെ ഉണ്ടാവും ചിലപ്പം, ഏറി വന്നാൽ. കാരണം ഞങ്ങൾ ആകെ റീൽസ് മാത്രമേ കാണുന്നുള്ളൂ, വി ഡോണ്ട് ഗോ ഫോർ ദ ലോങ് ഫോം കോണ്ടന്റ് എന്നൊക്കെ പറയും. എന്നിട്ടാണ് ഞാൻ ഈ സംഭവം ചെയ്യിക്കുക. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇവരുടെ എല്ലാവരുടെയും സ്ക്രീൻ ഓൺ ടൈം, അല്ലെങ്കിൽ ഓരോ ആപ്പിന് വേണ്ടിയിട്ട് അവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഓൾ ടുഗെദർ 13-14 hours ഒക്കെ ഉണ്ടാവും. 10+ hours ഒരുവിധം എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ പറയുന്നത് അവരുടെ ഒരു ഐഡൽ ആയിട്ടുള്ള ഒരു ഡേ ആണ്. ക്ലാസ് ഉള്ള ദിവസങ്ങൾ ഒബ്വിയസ്ലി ക്ലാസ് റൂമിലായിരിക്കും, ടീച്ചർ ഉണ്ടാവും. അല്ലാതെ ഒരു സൺഡേ, സാറ്റർഡേ വരുന്ന സമയം, വീക്കെൻഡ്, അങ്ങനെയുള്ള സമയങ്ങളിൽ ഇവർ ഏറ്റവും കൂടുതൽ സമയം ഇതിൻ്റെ മുന്നിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു ഐഡിയൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടൈം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. കാരണം ഈ പറഞ്ഞ മാതിരി ദ മോമെന്റ് യു എൻറ്റർ, പിന്നെ നമ്മളൊന്നും അറിയുന്നില്ല. ആൻഡ് ദെൻ നമ്മൾ തിരിച്ചറിയപ്പോഴാണ് എക്സിറ്റ് ചെയ്യുന്ന സമയത്താണ്. നമുക്കൊക്കെ അത് സംഭവിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ അവിടെ പോയി ഇത് ചെയ്ത പാടെ അവരെ അതെ നമ്മൾ അവിടെ പോയിട്ട് ഇതിന് ശേഷം കുറ്റം പറയുക, ചീത്ത പറയുകയൊന്നും അല്ല ചെയ്യുക. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇതിൽ നിന്ന് ഏതൊക്കെ കുറയ്ക്കാൻ പറ്റും നിങ്ങൾ എനിക്കിപ്പോൾ ഒരു വാക്കുകൊണ്ടാ. സോ വെൻ ദേ ടേക്ക് എ സെക്കൻഡ് ലുക്ക്, ഞാൻ പറയും, നിങ്ങൾ ഓരോ ആപ്പ് വൈസ് എത്ര വീതം കുറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പാരൻസിനൊക്കെ ഇത് ചെയ്തു നോക്കാം. കാരണം നിങ്ങളുടെ കുട്ടിയുടെ ഫോണിൻ്റെ ഡിജിറ്റൽ വെൽബീങ്, ഈ സംഭവം നോക്കുന്നതോട് കൂടിയിട്ട് ഇത് കണ്ടു, എടാ നീ ഇത്ര നേരം ഇതിലാണോ? നമ്മൾ ചീത്തയിലേക്ക് പോവാതെ, ഞാനിപ്പോൾ ഈ പറഞ്ഞ മാതിരി, റാദർ ദാൻ കമാൻഡിങ് തിങ്സ്, യു സ്റ്റാർട്ട് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. യു ക്യാൻ ആസ്ക് ദം, ഓക്കെ, നിങ്ങൾ ഇത്ര ആപ്പുകളിൽ ഇത്ര സമയം വീതം സ്പെൻഡ് ചെയ്യുന്നത്, എല്ലാത്തിൽ നിന്നും എത്ര നേരം വരെ മാക്സിമം കുറയ്ക്കാൻ പറ്റും? അതായത് ആപ്പിന് ടൈം ലിമിറ്റ് വെക്കാം. ഇതൊരു പ്രാക്ടിക്കൽ സൊല്യൂഷനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവർ ആപ്പിന് ടൈം സെറ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവർ തന്നെ ആ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ വിചാരിക്കുക, ഞാൻ ഇന്നത് ഇത്ര മണിക്കൂറേ യൂസ് ചെയ്യുകയുള്ളൂ. ഡിജിറ്റൽ വെൽബീങ്ങിൻ്റെ ഒരു ഗാഡ്ജറ്റ് വേണമെങ്കിൽ സ്ക്രീനിൽ വെക്കാം. അപ്പോൾ നമ്മൾ ഈ സമയമായി കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ഇനി ഞാനിന്ന് ഈ ആപ്പ് തുറക്കില്ല. സോ ദാറ്റ് ഈസ് എ ഡിസിഷൻ ദാറ്റ് യു ഹാവ് ടു മേക്ക്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ, നമുക്ക് വോയിഡ് സമയം അല്ലെങ്കിൽ ഒരുപാട് സമയം വരും. ഈ സമയത്തിനെ നമുക്ക് പുതുതായിട്ട് എന്തിലേക്കെങ്കിലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സ്കിൽ ലേണിംഗ് ആയിക്കോട്ടെ, ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് ആയിക്കോട്ടെ. അല്ലാതെ ഈ പറഞ്ഞ സമയമൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒന്നിനും സമയമില്ലല്ലോ. ഈ ഫോൺ കാണുന്ന സമയം എത്ര ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാത്തതിനെ കൊണ്ട് യു തിങ്ക് ദാറ്റ് യു ആർ കംപ്ലീറ്റ്ലി ഓക്യുപ്പൈഡ്, ബട്ട് യു ആർ നോട്ട്. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളിലേക്ക് വരുന്ന സമയത്ത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സ്ക്രീൻ ടൈം കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ അവരെ വേറെ എന്തിലെങ്കിലും കൊണ്ടുപോയി എൻഗേജ്ഡ് ആക്കുക. അതായത് ഒരു കളരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർഷൽ ആർട്സോ, ലേണിംഗ് ആയിട്ടുള്ള അബാക്കസ്, ചെസ്, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ, ഡാൻസോ, ഇങ്ങനെ എന്തിലെങ്കിലും കൊണ്ടുപോയി അവർ പോവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധിച്ച് അവിടെ കൊണ്ടുപോയി ഇടുക. അവിടെ ബ്രെയിൻ ഫോഗ് തുടങ്ങിയിട്ടുള്ള വേർഡ്സ് എല്ലാം ഒരു യൂഷ്വൽ വേർഡായി കഴിഞ്ഞു നമ്മുടെ ഒരു ഡെയിലി പ്രോസസ്സിൽ. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നിന്ന് എക്സോസ്റ്റഡ് ആയിട്ട് വരുന്ന
ഇപ്പോൾ കളരിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സോസ്റ്റഡ് ആവും മനുഷ്യൻ അത് കഴിയുമ്പോഴേക്കും. അത് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഡാൻസ് പെർഫോമൻസ് കുറേ നേരം കളിച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഇത് കഴിഞ്ഞ് ഇവർ തിരിച്ചു വന്ന കുട്ടി വുഡ് ബി ഒബ്വിയസ്ലി മെൻ്റലി ആൻഡ് ഫിസിക്കലി ടയേർഡ്. ആ ടയേർഡായ കുട്ടിക്ക് പിന്നെ സ്ക്രീനിലേക്ക് നോക്കാൻ പറ്റില്ല. ഉറക്കം ഭയങ്കര സ്മൂത്ത് ആവും. അതിനുശേഷം പഠിക്കാനുള്ള കാര്യത്തിലേക്ക് ഫോക്കസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് ഉറങ്ങുക എന്നുള്ളത് തന്നെയേ ഉള്ളൂ ജീവിതത്തിൽ ഇനി ചെയ്യാനുള്ളൂ. പക്ഷേ അത്രയും എനർജി റീറ്റെയിൻ ചെയ്യുന്ന ഒരു യൂത്തിനെ നമ്മളിതൊന്നും ചെയ്യിപ്പിക്കാതെ നമ്മൾ അവരോട് വെറുതെ ഇരിക്കുക എന്ന് പറയുന്നിടത്ത് ഒരു കാര്യമില്ല, ഒരു പോയിന്റ് ഇല്ല അതിൽ. അപ്പോൾ നമ്മൾ ആസ് എ പാരന്റ് യു നീഡ് ടു ഗെറ്റ് ഇൻവോൾവ്ഡ്, യു നീഡ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് റാദർ ദാൻ ഗിവിങ് കമാൻഡ്സ്. അവിടെ അത് ആ ഒരു പാരഡൈം ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ദ റിലേഷൻഷിപ്പ് ഇസ് ഗോയിങ് ടു ബി സ്മൂത്ത്. പാരന്റൽ സൈഡിൽ പറയുമ്പോൾ ഇതാണ് വലിയൊരു കാര്യം പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ജെന്റിൽ പാരന്റിങ് എന്നുള്ള ഒരു വേർഡും ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുക. അത് പക്ഷേ സാധാരണ ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്നത് ന്യൂ മോം, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ജെന്റിൽ പാരന്റിങ്. എനിക്ക് തോന്നുന്നു പേരൻസ് ആയിരിക്കുന്ന അത്രത്തോളം കാലം നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് ജെന്റിൽ പാരന്റിങ്, അല്ലേ? യെസ്, കാരണം ഒരു കാലഘട്ടം വരെ ഇതിനെക്കുറിച്ചൊന്നും ആരും സംസാരിക്കാൻ പോലും താല്പര്യപ്പെട്ടിരുന്നില്ല. ആൻഡ് ഇപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ബിക്കോസ് എ ജനറേഷൻ ഹാസ് എഫക്റ്റഡ് അവരുടെ ഒരു മെൻ്റൽ സൈഡിനെയോ മോറൽ സൈഡിനെയോ ഒക്കെ പാരൻറ്റിങ് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. മേ ബി പാരൻസ് തമ്മിലുള്ള പ്രശ്നങ്ങളാവാം. ഇതൊക്കെ കണ്ട് വളർന്ന ആൾക്കാർ ഇപ്പോൾ പാരൻസ് ആയപ്പോൾ ദേ ഹവ് മേഡ് ഷുവർ ദാറ്റ് ദിസ് ട്രോമ എൻഡ്സ് വിത്ത് മീ എന്ന് പറഞ്ഞ ഒരു മൈൻഡ് സെറ്റിലേക്ക് പാരൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പക്ഷേ ദെൻ വാട്ട്, ഇനി ഞാൻ എന്ത് ചെയ്യണം? ആൻഡ് യു ഓൾവേസ് സ്വിച്ച് ബാക്ക്. നമ്മളും പെട്ടെന്ന് ദേഷ്യം വരും, നമുക്കും നമ്മളെ ജീവിതം ടെൻഷൻ പ്രഷറൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ബീങ് എ പാരൻറ്റ് ഇറ്റ്സ് ഓൾവേസ് എ സ്ട്രഗിൾ. ഈ പറഞ്ഞ പോലെ വൺസ് യു ബിക്കം എ പാരൻറ്റ് യു ആർ ഓൾവേസ് എ പാരൻ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ പ്രോസസ്സിൽ നമ്മൾ ഇൻവോൾവ് ആവുന്ന സമയത്ത് നമ്മൾ ശരിയാണ് എന്ന് വിശ്വസിച്ച് ചെയ്യുന്ന സാധനങ്ങൾ തെറ്റായി പോയാൽ വളരെയധികം നമ്മൾ ഖേദിക്കേണ്ടി വരും. അതായത് ദി എൻഡ് റിസൾട്ട് ഇസ് ഹാവിങ് എ കിഡ് ഹൂ ഇസ് സെൽഫ് റിലയൻ്റ് ആയിട്ടുള്ള സെൽഫ് എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായി മാറുക എന്നുള്ളതാണല്ലോ. ഈ പ്രോസസ്സിൽ നമ്മൾ തോറ്റുപോയാൽ നമ്മൾ ഇത്രയും കാലം ചെയ്തത് എന്തിനായി എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ട്രിക്ക് ആൻഡ് ആ ഒരു സംഭവം ചെയ്യണം. നമ്മൾ കുറച്ചൊരു കാര്യങ്ങൾ ട്വിസ്റ്റ് ചെയ്ത് നമ്മളുടെ വേ ഓഫ് തിങ്കിങ് മാറ്റണം. നമ്മൾ ഇതുവരെ സൊസൈറ്റി പ്രഷറിലേക്ക് പോകാൻ പാടില്ല. സൊസൈറ്റിയിൽ പലതും ഈ ആഡ്സിന് വേണ്ടിയിട്ടൊക്കെ പലരും പറയും. അപ്പോൾ നമ്മളെ കുട്ടി 17ാമത്തെ വയസ്സിൽ കരിയർ ഓറിയൻറ്റഡ് അല്ല എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ച് എന്നോട് വന്ന് സംസാരിക്കുന്ന എൻ്റെ കൊലീഗ്സിനെ എനിക്കറിയാം. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സാറുമാരൊക്കെ ദേ ആർ വെരി എഡ്യൂക്കേറ്റഡ്, they are in a respectable position, they have enough financial wealth, and then they were about to make some very bad decisions about their kids' future, and then they're coming to me and asking me, hey sir, എന്താ ചെയ്യുക, ഞാൻ ഇങ്ങനെയാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്, ICSE പഠിച്ചൊരു കുട്ടിയാണ്, അപ്പോൾ ഈ കുട്ടിയെ ഞാൻ ഇനി +1 +2 ഞാൻ കൊണ്ടുപോയി 10th സ്റ്റേറ്റിൽ ചേർത്തിയാലോ എന്നാണ് വിചാരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കിഡ് വിൽ ഹാവ് നത്തിങ് ടു ഡു ദെയർ, കാരണം അത്രയും പഠിച്ച് അങ്ങനെ വന്നു, ഇനി എന്തിനാ അങ്ങനെ ചേർക്കുന്നതല്ല. ഞാൻ പിന്നെ വെറുതെ ഇനി സ്റ്റേറ്റ് ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, നിങ്ങൾ കുട്ടിയുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കൂ. നിങ്ങൾ എന്തിനാണ് ICSE ഇത്രയും കാലം എഫേർട്ടാണല്ലോ ICSE പഠിച്ച് ഇറങ്ങി വരിക എന്ന് പറയുന്നത്. എഫേർട്ട് എടുപ്പിച്ച് അത്രയും മുകളിലെത്തിയ ആ കുട്ടീനെ ഇനി നിങ്ങൾ എന്തിനാണ് സ്റ്റേറ്റിൽ കൊണ്ടുവരുന്നത്? വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ ഓക്കെ, എന്താണെന്നുള്ളത് ആലോചിക്കും. നിങ്ങളൊരു ആപ്റ്റിറ്റ്യൂഡ് കാര്യമായിട്ട് മനസ്സിലാക്കൂ. ഒരു കോട്ട് ഞാൻ ഒരു റീലിൽ കണ്ടതാണ്. അതൊരു റീലിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വാട്ട് ഈസ് ദ റാൻഡമസ്റ്റ് തിങ് എ സ്ട്രേഞ്ചർ ഹാസ് ഡൺ ടു യു കമ്മിങ് ടു വിസിറ്റിംഗ് യുവർ ഹൗസ് ആസ് എ ഗസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതിനടിയിൽ കുറേ ആൾക്കാർ പലതും എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ കമൻറ്റ് ഇതാണ്, ഡിസൈഡിങ് മൈ ഫ്യൂച്ചർ എന്ന്, അതായത് ഡിസൈഡിങ് മൈ കരിയർ എന്ന്. അപ്പോൾ ഡിസൈഡിങ് മൈ കരിയർ, ഒരാൾ വരുന്നു ആൻഡ് ദ പാരൻസ് തിങ്ക് ദാറ്റ് ദിസ് ഇസ് എ വെരി റെസ്പെക്റ്റബിൾ പേഴ്സൺ. ഇയാൾ ഈ കുട്ടിയെ ആദ്യമായിട്ടാണ് കാണുന്നത്, ഈ കുട്ടി പഠിച്ച കോഴ്സ് ഇതാണെന്ന് അയാൾക്കറിയാം, +2 കൊമേഴ്സ് ആണ്. എന്നാൽ നീ പോയി CAക്ക് ചേർന്നോ, യുനോ കൊമേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ CA. അപ്പോൾ പാരൻറ്റ് ഇയാളെ കാണുന്നത് ഭയങ്കര അറിവുള്ള ഒരു വ്യക്തിയായിട്ടാണ്. ഈ ഫ്യൂച്ചറിസ്റ്റിക്കലി ഇയാൾ ഭയങ്കര ചിന്തിക്കുന്ന ആളാണ്. ഈ കോഴ്സിൻ്റെ ഭാവി അറിഞ്ഞിട്ട് ഇയാൾ കൊണ്ടുപോയി ചേർത്താണ്. CA മോശമായതിനെ കൊണ്ടല്ല, പക്ഷേ ഈ കുട്ടിക്കുള്ളതാണോ CA എന്ന് ഇയാൾ ഇവിടെ ഒരു സ്ഥലത്തും അയാൾ ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ആ പാരൻ്റ് എന്ത് സംഭവിക്കുകയാണ്, പാരൻ്റ് ഇയാളെ വിശ്വസിക്കുകയാണ്. അയാൾ അവിടെ ഭയങ്കര ഡിഗ്നിറ്റിയോട് കൂടി എണീറ്റ് പോവാണ്. ആ കുട്ടി ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആഗ്രഹിച്ച കുട്ടിയാണെങ്കിലോ. അപ്പോൾ ആ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള എഫേർട്സ് പാരൻസ് എടുക്കുക. ഇതിന് ഒരുപാട് മേഖലകളുണ്ട്. നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നടത്താം. നമുക്ക് കുട്ടികളോട് കൂടുതൽ അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ്ലി ഒബ്സർവ് ചെയ്താൽ അവരുടെ ഏത് സ്കിൽ സെറ്റ്സ് ആണ് കൂടുതൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ CAയും CS ഉണ്ട്. രണ്ടിനും 2 സെറ്റ് ഓഫ് സ്കിൽസാണ് വേണ്ടത്. ഒന്നിന് കംപ്ലീറ്റ്ലി നമ്മൾ അതിൻ്റെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു വേർഷൻ CSനുണ്ട്. കമ്പനി സെക്രട്ടറി ആവുന്ന സമയത്ത്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവുന്ന സമയത്ത് അതിന് വേറെ തന്നെ ഒരു സെറ്റ് ഓഫ് സ്കിൽസാണ് വേണ്ടത്. രണ്ടും ഈക്വലി റെസ്പെക്റ്റബിൾ കൈൻഡ് ഓഫ് ജോബ്സ് ആണ്. ഒരേ IQ ലെവലുള്ള കുട്ടികൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന മേഖലയാണ്. ബട്ട് ദെൻ രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ വിൽ നോട്ട് ഫീൽ ദ ഹാപ്പിനെസ്.
while they are working or in their career. അപ്പോൾ ഈ ഒരു 17 വയസ്സുകാരന് ചിലപ്പം ചില ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും അവർക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവും, എനിക്ക് ഇന്നതാവണം, ഇന്ന കോഴ്സ് ചെയ്യണം. ചില കുട്ടികൾ കുറച്ച് ബ്ലാങ്ക് ആയിരിക്കും. ഇസ് ദാറ്റ് ഓക്കെ? അതായത് ഒരു 17 വയസ്സായ കുട്ടിക്ക് എനിക്ക് ഇതൊരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ, അത് ആ കുട്ടിയുടെ പ്രോബ്ലം ആണോ, അതോ ഇസ് ദാറ്റ് ഓക്കെ? This is very much okay. ബിക്കോസ് Yeah. you just imagine ഈ പറഞ്ഞ 17 വയസ്സുള്ള കുട്ടിയുടെ പാരന്റിനോട് നമ്മളൊന്ന് അടുത്തിരുന്നിട്ടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവൻ ദാറ്റ് പേഴ്സൺ ഇസ് ഡൗട്ട്ഫുൾ അബൌട്ട് വെദർ ഹി ഹസ് പെർസ്യൂഡ് ദ റൈറ്റ് വൺ ഓർ നോട്ട്, അല്ലേ? അപ്പം നമ്മൾ 17 അല്ല, നമ്മൾ അതിന് ശേഷം ഇനിയൊരു 5 years കഴിഞ്ഞ് 20+ ഉള്ള ഒരാളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും പീപ്പിൾ ചേഞ്ച് പ്രൊഫഷൻസ് ആൻഡ് വി ലിവ് ഇൻ എ വേൾഡ് ഓഫ് ഗിഗ് എക്കോണമി. ഇവിടെ ആൾക്കാർ ആരും കംപ്ലീറ്റ്ലി എംപ്ലോയിഡ് ആയിട്ട് ആ കരിയർ പാത്ത് ബിൽഡ് ചെയ്ത് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിലും കൂടെ നമ്മൾ ഗിഗ് എക്കോണമിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. സോ നമ്മൾ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നു ആൻഡ് ഓൾവേസ് യു ആർ എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്കിൽസ്. നമ്മളപ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ ഞാൻ അതിൻ്റെ ഒരു പുതിയ കോമ്പിനേഷനിലുള്ള ഒരു ജോലി അടുത്ത 5 വർഷത്തിലായിരിക്കും വരാൻ പോകുന്നത്. ഇപ്പൊ ആരും കോൺസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ആഗ്രഹങ്ങളും മാറി ഇൻട്രസ്റ്റ് മാറി വരും. മാറ്റമില്ലാത്തത് മാറ്റങ്ങൾക്കാണെന്ന് അതെ. പറയുന്നത് പോലെ. അപ്പോൾ പാരൻസ് ഒരിക്കലും എന്ത് ചെയ്യരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഫഷൻ്റെ പേരിൽ കുട്ടിയെ അസസ് ചെയ്യരുത്. ഒരു പ്രൊഫഷന് വേണ്ടിയിട്ട് കുട്ടീനെ വളർത്തി കൊണ്ടുവരരുത്. കാരണം ചിലത് ഒബ്സൊലീറ്റ് ആയി മാറും വരുന്ന വർഷങ്ങളിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു സ്കിൽ സെറ്റ്സിൻ്റെ മുകളിൽ കുട്ടികളെ വർക്ക് ചെയ്യാം. അത് ചിലപ്പോൾ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് രണ്ടും ഒരു ബന്ധം ഉണ്ടാവില്ല. യു ആർ എ ടീച്ചർ, യു ആർ ആസ് വെൽ ആസ് എ പ്രസൻറ്റർ. യാ Yeah. സോ യു സി അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ വിചാരിച്ചിരുന്നോ 2026 നമ്മൾ ഒരു ക്യാമറയുടെ മുന്നിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ആ കോഴ്സ് എടുത്തത്? അല്ല. ശരി. ബട്ട് ദെൻ യു ആർ ഡൂയിങ് ഗ്രേറ്റ് യുനോ. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കുക, ആ കോമ്പിനേഷൻ ഓഫ് സ്കിൽസിന് പല കമ്പനീസിനും ആ റൈറ്റ് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ യു ആർ ദ ടൈലർ മെയ്ഡ് പ്രൊഡക്റ്റ്. അപ്പോൾ ചിലപ്പം എഡിറ്റിംഗ് സ്കിൽസ് പ്ലസ് അക്കൗണ്ടിങ് സ്കിൽസ് ആയിരിക്കാം. അപ്പോൾ അവൻ്റെ എഡിറ്റിംഗ് സ്കിൽസിനെ നിങ്ങൾ വെറുതെ മറച്ച് പിടിച്ച് വെച്ച് അയാളുടെ അക്കൗണ്ടിങ് സ്കിൽസ് മാത്രം എടുത്ത് വെച്ചിട്ട് അതിനെ പരിപോഷിപ്പിച്ചിട്ട് കാര്യമില്ല. ഹെൽപ്പ് ദം ഗ്രോ ബോത്ത് ദെയർ സ്കിൽസ്. ആൻഡ് ഒന്ന് ആലോചിച്ച് നോക്കുക, ആക്ടിങ് സ്കിൽസ് ഉള്ള ആൾക്കാർ ഇപ്പോൾ എല്ലാ ഇൻഡസ്ട്രിയിലും അവരുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം ഉണ്ടാവും. അപ്പോൾ ഒരു റൈറ്റ് നോളേജ് ഉള്ള, അപ്പോൾ ഡോക്ടേഴ്സൊക്കെ വളരെയധികം കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. അത് ഭയങ്കര ഫണ്ണി രീതിയിൽ നമുക്ക് വലിയ ആശയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. ആൻഡ് ഓൺലി എ ഡോക്ടർ ക്യാൻ ഡു ദാറ്റ്. Yes. ജസ്റ്റ് ബിക്കോസ് യു നോ ഹൗ ടു ആക്ട് യു കനോട്ട് ഡു ദാറ്റ്. അപ്പോൾ നമ്മൾ അറിവിൻ്റെ കൂടെ നമ്മളെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനായി മാറിക്കഴിഞ്ഞാൽ ജസ്റ്റ് ബിലീവ് മീ, യു വിൽ നോട്ട് ഫീൽ ബാഡ് ഫോർ ഗോയിങ് ടു വർക്ക് ഓൺ എ അറ്റ്ലീസ്റ്റ് ഓൺ എ ഡേ, യുനോ, നോട്ട് ഓൺ എനി ഡേ. ഈ ഒരു റിയാലിറ്റി മനസ്സിലാക്കാത്തത് കൊണ്ടാവും പലപ്പോഴും പേരൻസിന്റെ അഡ്വൈസ് കുട്ടികൾക്ക് ഒരു പ്രഷറായി മാറുന്നല്ലേ? എക്സാക്ട്ലി, യെസ്. Okay. അത് അഡ്വൈസ് ആൻഡ് കമാൻഡ് എന്ന് പറയുന്ന രണ്ട് സാധനമുണ്ട്. അഡ്വൈസ് ഇസ് ഓൾവേസ് ലിസൺ ടു ബൈ കിഡ്സ് ഹു നോ ദാറ്റ് നമ്മുടെ പാരൻസ് ഞാൻ പറഞ്ഞപ്പോൾ അവർ ലിസൺ ചെയ്തിരുന്ന പാരൻസ് ആണെങ്കിൽ ദേ വുഡ് ലിസൺ ടു അഡ്വൈസ് ആസ് വെൽ. പക്ഷെ അഡ്വൈസ് പറയാൻ വേണ്ടി മാത്രം വരുന്നൊരു പാരൻറ്റിനെ ആ കുട്ടി ശ്രദ്ധിക്കില്ല. കാരണം ആ കുട്ടിക്ക് സംസാരിക്കാനുള്ള വേദി, ആ കുട്ടി പറയുന്നത് ലിസണിങ് നല്ല മൈൻഡോട് കൂടിയിട്ട് അഡ്രസ്സ് ചെയ്തൊരു പാരൻ്റ് ആണെങ്കിൽ ദ കിഡ് വുഡ് ഗിവ് എ മ്യൂച്വൽ റെസ്പെക്ട്. ബട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ജസ്റ്റ് ഗോ ലൈക്ക് ദിസ്, ഞാൻ എന്തിനാ കേൾക്കുന്നത്, കാരണം ഇപ്പോൾ തുടങ്ങും എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഇപ്പോൾ തുടങ്ങും, ആ മൈൻഡിലേക്ക് പോകും കുട്ടികൾ. സോ അത് ഓൾമോസ്റ്റ് എല്ലാ ഫാമിലിയിലും നമ്മൾ കണ്ടുവരുന്ന ടീനേജേഴ്സിന്റെ പേരൻസിന്റെ അല്ലേ. പിന്നെ ഒരു പേരൻസ് ചെയ്യാൻ പാടില്ല എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അവർക്ക് സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കുട്ടികളിലൂടെ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അത് ഇത്ര നാളുകളായിട്ട് ഈവൻ അതെ. 2026 ആയാലും അത് ഫോളോ ചെയ്തുകൊണ്ട് പോവുകയാണ്. അതെ അതെ അത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? അത് രണ്ടും, അതായത് ഞാൻ ചോദിക്കുന്നത് അതാണ്, നിങ്ങൾ വളർന്നു വന്ന സിനാരിയോ, നമ്മളൊരു മനുഷ്യൻ്റെ സോഫ്റ്റ് സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത് ആക്ച്വലി നമ്മൾ ഈ പറഞ്ഞ മാതിരി ക്ലാസ് റൂമിൽ നിന്ന് വളരെ കുറച്ചാണ്. അത് അവൻ്റെ സോഷ്യൽ സർക്കിളാണ്. ഒന്ന് ക്ലാസ് റൂമിൽ തന്നെ ഉള്ള അവൻ്റെ ഫ്രണ്ട് സർക്കിളാണ്. ഞാൻ ക്ലാസ് റൂം എന്ന് ഉദ്ദേശിച്ചത് ടീച്ചേഴ്സ് ടീച്ചിങ് മെത്തഡോളജി വെച്ചിട്ടല്ല. അവൻ്റെ ഫ്രണ്ട് സർക്കിളാണ്. അവൻ്റെ റിലീജിയസ് തോട്ട്സ് ആവാം, അവൻ്റെ പാരൻറ്റിങ് ആവാം, അവൻ്റെ സൊസൈറ്റി ആവാം, അവൻ്റെ ഫിനാൻഷ്യൽ വെൽത്ത് ആവാം, ഫാമിലിയിലുള്ള ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആവാം. സോ ഈ കോമ്പിനേഷനിലുള്ള ഒരുപാട് സാധനങ്ങളാണ് ഒരു മനുഷ്യൻ്റെ സോഫ്റ്റ് സ്കിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ നിങ്ങളെ പാരൻറ്റ് വളർന്നു വന്നതേ അല്ല നിങ്ങളുടെ കുട്ടി വളർന്നു വരുന്ന സിനാരിയോ. അപ്പോൾ ഇഫ് യു ആർ ജഡ്ജിങ് യുവർ കിഡ് വിത്ത് യുവർ ഇൻറ്റൻഷൻസ്, ഐ ഡോണ്ട് നോ വാട്ട് ടു സേ നെക്സ്റ്റ്. അതിലൊരു അർത്ഥവും ഇല്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. ആൻഡ് ഈവൻ ദ സെയിം പാരൻറ്റ്, യുനോ, ജസ്റ്റ് ഇമാജിൻ രണ്ട് കുട്ടികളുള്ള ഒരു പാരൻ്റ് ആണെങ്കിൽ യു ആർ നോട്ട് ദ സെയിം പാരൻറ്റ് ഫോർ ബോത്ത് ദി Yeah. കിഡ്സ്. യു ഹവ് ഹേർഡ് ഇറ്റ് സംവെയർ, റൈറ്റ്? യെസ്. സോ ദിസ് ഇസ് ലൈക്ക് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ മാറുന്നു സെക്കൻഡ് ടൈം ആവുന്ന സമയത്തേക്ക്, സെക്കൻഡ് ബേബി ആകുമ്പോഴേക്കും മേ ബി വി ആർ മോർ ബോണ്ടഡ് ആസ് പാരൻസ് ഓർ മേ ബി അവർ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഹവ് ചേഞ്ച്ഡ്. അപ്പോൾ നമ്മൾ തന്നെ കോൺസ്റ്റൻ്റ്ലി ഇവോൾവ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ യു വാണ്ട് യുവർ ഔട്ട്ഡേറ്റഡ് തോട്ട്സ് ടു ബി ഇംപ്ലിമെൻറ്റഡ് ഇൻ എ കിഡ്. ഓ മൈ ഗോഡ്, ആ കിഡ് വല്ലാതെ സഫർ ചെയ്യും. ഇഫ് യു ആർ എ പാരന്റ് ഓഫ് ദാറ്റ് കൈൻഡ്, പ്ലീസ് റീതിങ്ക്.
it's high time that you rethink. കാരണം കുട്ടി would start losing contact with you in the near future. സ്വാഭാവികമായിട്ടും. കാരണം അവരവരുടേതായ ആഗ്രഹം അടിച്ചേൽപ്പിക്കുമ്പം അതുകൊണ്ടാകാം ജനിച്ച അന്ന് മുതൽ കാണുന്ന കുട്ടികൾ ഒരു ടീനേജ് ആകുമ്പോഴത്തേക്ക്, ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് അവരുടെ കംഫർട്ട് സോൺ പേരൻസ് അല്ല. പേരൻസിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ നമ്മുടെ അടുത്തേക്ക് വരണം. പക്ഷെ കുട്ടികളോ എത്രയും ദൂരെ പോകാൻ പറ്റുമോ അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഒരു സിനാരിയോ ഇപ്പൊ ഇല്ലേ? ഉണ്ടല്ലോ, നമ്മളെ രാജ്യത്തിന്റെ ഒരു സിനാരിയോ അതായി മാറിയിട്ടുണ്ടല്ലോ. ബ്രെയിൻ ഡ്രെയിൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിലും നമ്മളെ കുട്ടികളെയൊക്കെ ദേ ആർ സെൻഡിങ് ദ കിഡ്സ് അബ്രോഡ് ഫോർ ബെറ്റർ എഡ്യൂക്കേഷൻ. ആൻഡ് പിന്നെ അത് അവിടുത്തെ ഒരു സിസ്റ്റവും അങ്ങനെ തന്നെയാണ്. മറ്റു രാജ്യങ്ങളിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ദെയർ ലൈഫ് സ്റ്റൈൽ, ദെയർ വേ ഓഫ് തിങ്കിങ്, അവിടുത്തെ കൈൻഡ് ഓഫ് മണി ദാറ്റ് ദേ ക്യാൻ മേക്ക്, അപ്പോൾ അവരവിടെ തന്നെ സ്റ്റക്കായി പോകുന്ന ഒരു സിനാരിയോ ഉണ്ട്. ആൻഡ് അവിടെ എത്തിയ പിള്ളേരോട് നമ്മൾ പാരൻസ് ഇവിടെ ഇരുന്ന് അഡ്വൈസ് ചെയ്യുമ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ ലോകം കണ്ട കുട്ടിയാണ് അപ്പുറത്ത് ഇരിക്കുന്നത് എന്നുള്ളത് ദേ ഫൊർഗെറ്റ് ദ ഫാക്ട്. അപ്പോൾ അത് പാടില്ലല്ലോ. നമ്മൾ അവരോട് ഒരു മ്യൂച്വൽ ട്രസ്റ്റിലോ റെസ്പെക്റ്റിലോ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോകത്ത് എവിടെയും പറഞ്ഞയക്കാം കുട്ടികളെ. ആൻഡ് അതൊരു വലിയ വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ പേരൻസ് ഫോളോ ചെയ്യുന്ന ഒരു മിത്ത് ഉണ്ടോ? യെസ്, ദർ ഇസ് എ മിത്ത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പാരൻസ് കുട്ടികളെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെച്ച് അവരെ സോഷ്യൽ സിനാരിയോസിലേക്കൊന്നും വിടാതെ, അവരെ സ്വന്തമായി ഡിസിഷൻ എടുക്കാൻ സമ്മതിക്കാതെ, ആൻഡ് ദെൻ നമ്മൾ ഇവരെ വളർത്തി കൊണ്ടുവന്ന് ആൻഡ് ദെൻ ഫൈനലി നമ്മൾ ഇവരെ പുറത്തേക്ക് വിടും. ആൻഡ് ദെൻ നമ്മൾ പറയും, നീ എന്താ അങ്ങനെ ചെയ്യാതെ, നീ എന്താ ഡിസൈഡ് ചെയ്യാത്ത, നിനക്ക് ചെയ്തുകൂടെ എന്ന് ചോദിക്കും. ആൻഡ് മൈ കിഡ് വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ലേറ്റർ എന്ന് പറഞ്ഞൊരു ടേമാണ് ഇവർ കുട്ടിക്കാലത്ത് പറയാം. നിനക്ക് ഇപ്പം മനസ്സിലാവില്ല, ഭാവിയിൽ മനസ്സിലാവും ഞങ്ങൾ എന്തിനാ അത് ചെയ്യുന്നത്, നിന്നെ പുറത്തേക്ക് വിടാത്തതിന് കാരണം എന്താണെന്ന്, സമൂഹം അത്ര മോശമാണ്. കുട്ടികൾക്കൊരു സേഫ് എൻവയൺമെൻറ്റ് കൊടുക്കുക. ബേസിക്കലി അവരുടെ ഡിസിഷൻസിൽ നിങ്ങൾ ഭാഗമാവണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അവരുടെ ഡിസിഷൻ വളരെ ഹെൽത്തി ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾ ദൂരെ ഒന്ന് നോക്കി കണ്ടാൽ മതി. അതായത് ഇൻ എ ബേർഡ്സ് ഐ വ്യൂ ഇഫ് ഐ സേ. അങ്ങനെ കാണുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ ഡിസൈഡ് ചെയ്ത് തെറ്റിക്കഴിഞ്ഞാലും അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഇമോഷണൽ സേഫ് സ്പേസായി മാറും നിങ്ങൾ. അപ്പോൾ മിത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഞാൻ പറയുകയാണെങ്കിൽ, കുട്ടികളോട് നിങ്ങൾ എപ്പോഴും കാണിക്കേണ്ട ഒരു വൺ ഓഫ് ദ സോഫ്റ്റ് സ്കിൽ, അല്ലെങ്കിൽ വൺ ഓഫ് ദ മേജർ ഇമ്പോർട്ടൻറ്റ് ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇമോഷണൽ സേഫ്റ്റിയാണ് നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ടത്. അത് നിങ്ങളുടെ വീട് അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ഇമോഷണലി സേഫ് സ്പേസ് ആണ് ആ കുട്ടിക്ക് തോന്നിക്കഴിഞ്ഞാൽ, ദ പേഴ്സൺ വിൽ ജസ്റ്റ് കം ബാക്ക് ടു യു അറ്റ് എനി ട്രബിൾസ്. അപ്രോച്ചബിൾ ആവും കാണിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ പേരൻസ് കുട്ടികളോട് പറയാൻ പാടില്ലാത്ത ഒരു കാര്യം? പറയാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സാധനമാണ്, എല്ലാവരും പറയുന്ന ഒരു സാധനമാണ്, അപ്പുറത്തെ വീട്ടിലെ കുട്ടീനെ കണ്ടുപിടിക്കാൻ പറയുന്നത്. ഹിന്ദിയിലൊരു ഇതുണ്ട്, ശർമാജി കാ ബേട്ട എന്നാ പറയാ. ശർമാജി കാ ബേട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ എന്ത് അച്ചീവ് ചെയ്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനെ ബിലിറ്റിൽ ചെയ്ത് കണ്ട് വേറൊരാളുടെ അച്ചീവ്മെൻ്റ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന പരിപാടി. അത് ആ കുട്ടിയെ തകർക്കുന്നു മാത്രമല്ല, ആ കുട്ടിക്ക് പിന്നെ ഫ്യൂച്ചറിൽ ഒരു എൻഡേവേഴ്സും സക്സസ്ഫുൾ ആയി തോന്നൂല. ആൻഡ് ഷീ ഓൾസോ വിൽ ഫീൽ ലൈക്ക് കമ്പയറിങ് വിത്ത് സംബഡി എൽസ്. അപ്പോൾ അത് ഞങ്ങൾ ക്ലാസ് റൂമിൽ കാണാറുണ്ട്. ക്ലാസ് റൂമിൽ ഒരു കുട്ടി അവൻ്റെ ജീവിത സാഹചര്യങ്ങളിലൂടെ പഠിച്ചു വന്ന സോഫ്റ്റ് സ്കിൽസ് ഇംപ്ലിമെൻ്റ് ചെയ്ത് ഇങ്ങനെ തകർത്ത് പെരുമാറി ഹൈലി മോട്ടിവേഷണൽ സാധനങ്ങളൊക്കെ കാണിച്ച് നിൽക്കുന്ന സമയത്ത് ഇത് ഭയങ്കര സക്സസ്ഫുൾ ആണെന്ന് സ്വയം വിശ്വസിച്ചിരുന്ന കുട്ടികൾ ഇവനെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന കാണാം. അതായത് ഞാനിതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, പബ്ലിക് സ്പീക്കിംഗ് മുതൽ ഇങ്ങോട്ടേക്കുള്ള ഒരു സ്കില്ലും ഈ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പെട്ടെന്നൊരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞുള്ള ഗെയിംസൊക്കെ ഞങ്ങൾ കളിപ്പിക്കുന്ന സമയത്ത് അവരിങ്ങനെ സ്റ്റംബിളായി അങ്ങനെ നിൽക്കും. അപ്പോൾ ആ കുട്ടികളോട് നമ്മൾ പറയാറുള്ളത്, നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങളുടെ തെറ്റല്ല, ബട്ട് ദെൻ ഇനി അങ്ങോട്ടേക്കുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാരണം ഒരു കമ്പനി ഒരാളെ ഹയർ ചെയ്യുമ്പോൾ ദേ എക്സ്പെക്ട് ഓൾ ദീസ് ക്വാളിറ്റീസ്. ഇതിൽ കുറഞ്ഞൊരു ബെഞ്ച് മാർക്കിൽ കുറഞ്ഞുള്ള സ്കില്ലുള്ള ഒരാളെ ഹയർ ചെയ്യേണ്ട ആവശ്യം കമ്പനിക്ക് ഇല്ല, ഫ്രം എ എംപ്ലോയേഴ്സ് പെർസ്പെക്റ്റീവ്. അപ്പോൾ നിങ്ങളെപ്പോഴും ആ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുക, നിങ്ങളൊരു മിനിമം ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ആ കമ്പനിയുടെ ആവശ്യമാണ് നിങ്ങളെ കിട്ടുക എന്നുള്ളത്. ഒരു കമ്പനി ഈ അടുത്ത് നടന്ന ഒരു ഫ്രഷേഴ്സ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം. ആ ഫ്രഷേഴ്സ് റിക്രൂട്ട്മെൻറ്റിൽ ആ കമ്പനി വാസ് ആക്ച്വലി ലുക്കിംഗ് ഫോർ കാൻഡിഡേറ്റ്സ് ഒരു പെർട്ടിക്കുലർ കോഴ്സ് കഴിഞ്ഞ്. അപ്പോൾ ഐ ഹാഡ് ദിസ് ബോയ് ഹു വാസ് റിയലി ഗുഡ്. അതായത് അവൻ്റെ ലിങ്ക്ഡിൻ ഹൈലി ഒപ്റ്റിമൈസ്ഡ് ആണ്. ഞാൻ കുറേ കാര്യങ്ങൾ അത് നോക്കി അവൻ പഠിച്ചു. പിന്നെ അതുപോലെ അവൻ്റെ ലാംഗ്വേജ് സ്കിൽസ്, പ്രസൻറ്റേഷൻ സ്കിൽസ് ഒക്കെ ഭയങ്കര സൂപ്പറാണ്, ടോപ്പ് നോച്ച് ഗായ്. അപ്പോൾ ഞങ്ങൾ HR ടീം ഈ കമ്പനീസായിട്ട് സംസാരിച്ചപ്പോൾ 2 കമ്പനീസ് അറ്റ് ദ സെയിം ടൈം ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തു. ആൻഡ് ബോത്ത് ദ കമ്പനീസ് വർ ബാർഗെയിനിങ് ഫോർ ദിസ് കിഡ്. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഞങ്ങൾ HR-നെ വിളിച്ചിട്ട് ദ കമ്പനി വാസ് ആസ്കിങ്, പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് ദ ബോയ് ഈസ് ജോയിനിങ് അസ്. ഇങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത്. The dream moment അല്ലേ? ദ ഡ്രീം മൂമെന്റ്. ഐ മീൻ ദ ബോയ് വാസ് സോ ഹംബിൾ. ടച്ച് വുഡ്, അവൻ വലിയ സ്പേസസിൽ എത്താനുള്ള ഒരാളാണെന്ന് ഉറപ്പാണ്. ആൻഡ് ഈ പയ്യൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ് ഐ വിൽ ഡിസൈഡ് ഓൺ എ ലേറ്റർ സ്റ്റേജ് ആഫ്റ്റർ കൺസൾട്ടിങ് വിത്ത്
കുറച്ച് ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചതിന് ശേഷം ഐ വിൽ മേക്ക് എ റൈറ്റ് ഡിസിഷൻ, ഐ കനോട്ട് ഡിസൈഡ് ഫോർ നൗ എന്നാണ് പറഞ്ഞത്. കാരണം അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിക്ക് അടുത്ത കുറച്ച് വർഷത്തേക്ക് അവരുടെ കമ്പനിയെ ഗ്രോ ചെയ്യിക്കാനുള്ള എല്ലാ കപ്പാസിറ്റി ഈ പയ്യനിൽ അവർ കണ്ട്. അപ്പോൾ ഈ പയ്യൻ ആ കമ്പനിയുടെ ഭാഗമാവുക എന്നുള്ളത് അവിടുത്തെ HR-ന്റെ ഇറ്റ്സ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് ടു മേക്ക് ദ റൈറ്റ് അക്വിസിഷൻ അല്ലേ. ഇപ്പോൾ HR ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേര് വരെ ടാലൻറ്റ് അക്വിസിഷൻ എന്നാണ്. HR റിക്രൂട്ട്മെന്റ് എന്നൊന്നുമല്ല അതിനെ വിളിക്കുക, ടാലൻറ്റിനെ മാത്രം അക്വയർ ചെയ്യുക, ഹാൻഡ് പിക്ക് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഹാൻഡ് പിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ IIM-ലോ IIT-ലോ പഠിച്ചാൽ നിങ്ങൾ എടുത്തിരിക്കണം, അല്ലെങ്കിൽ ഫോർ ദ സേക്ക് ഓഫ് ദ നെയിം ഓഫ് ദ കോളേജസ് ആൾക്കാർ എടുത്തിരുന്നു. ഇപ്പോൾ നിങ്ങൾ എവിടെ പഠിച്ചാലും നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ നല്ല രീതിയിൽ എക്സിബിറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ബ്രാൻഡ് നിങ്ങളെക്കുറിച്ച്, നിങ്ങളെ സമൂഹത്തിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ ലിങ്ക്ഡിനിലൊക്കെ സംസാരിക്കുന്നു ഇൻ എ പോസിറ്റീവ് വേ ചെയ്യുകയാണെങ്കിൽ കമ്പനീസ് യു ഗെറ്റ് നോട്ടീസ്ഡ്. And you can directly apply for companies, you can talk to CEOs directly, and if you impress them there, your way is like you are bypassing everything and going there. ഇതൊക്കെ ചെയ്യാനുള്ള ഒരു മെൻ്റൽ സ്ട്രെങ്ത് ഒരു കുട്ടിക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ സോഫ്റ്റ് സ്കിൽസിൽ തിരിച്ചു ചെന്നെത്തുക. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഓൾ ദീസ് തിങ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഇതിൻ്റെ എല്ലാം കൂട്ടത്തിൽ നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ടൈം മാനേജ്മെൻറ്റ് ഫോർ സ്റ്റുഡൻസ്. അത് പലപ്പോഴും നമ്മൾ അംഗീകരിക്കില്ല, ഒരു ജോബിനൊക്കെ കയറി കഴിയുമ്പോഴായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നതും ഡെഡ് ലൈൻ മീറ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവത്തിലായിരിക്കും. അപ്പോൾ ഈ ഒരു ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും കുട്ടികൾക്ക്? ടൈം മാനേജ്മെൻറ്റ് ബിൽഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ അവരുടെ ഒരു ദിവസം തന്നെ പ്രോപ്പർലി അറേഞ്ച്ഡ് ആണ്, അല്ലെങ്കിൽ വെൽ സ്ട്രക്ചേർഡ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് സാധനം അതിൽ നിന്ന് തന്നെ പഠിക്കാം. അതായത് ഇന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ യു ബി എ ഡിഫറെൻറ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. ഡാൻസ് ക്ലാസ്സിലെത്തുന്നു, ഞാൻ എൻ്റെ ഡാൻസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നാൽ ഞാൻ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ദെൻ ഐ ഹാവ് ടു ബി ദാറ്റ് സ്റ്റുഡൻറ്റ് അഗെയിൻ, ആൻഡ് ദെൻ ഐ ഹാവ് സം ടൈം വിത്ത് ആസ് എ കിഡ് വിത്ത് മൈ പാരൻസ്. അവിടെ ഇങ്ങനെയുള്ളൊരു സമയം നമ്മൾ ഡെയിലി റുട്ടീനായിട്ട് കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദ കിഡ് ക്യാൻ ഓൺ ഹിസ് ഓൺ ഓർ ഹെർ ഓൺ വേൾഡ് ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ റുട്ടീൻ ഫോളോ ചെയ്യാൻ അവർക്ക് ഈസി ആയിരിക്കും. നമ്മളുടെ കുട്ടികൾക്ക് റുട്ടീൻ സെറ്റ് ചെയ്യാതെ നമ്മൾ തന്നെ അത് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്ഡപ്പ് ആയിട്ടുള്ളൊരു ലൈഫാണ് കൊടുക്കുന്നതെങ്കിൽ ദ കിഡ് വിൽ സഫർ റിയലി. അത് അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടാകും. കാരണം നമ്മളൊരു പെർട്ടിക്കുലർ ഫേസ് കഴിഞ്ഞ ഒരു ഹോസ്റ്റൽ ലൈഫിൽ നിങ്ങളാരും വന്ന് കമ്പൽ ചെയ്യില്ല എത്ര സമയം പഠിക്കുക, ഇത്ര സമയം ചെയ്യുന്നുള്ള. പാരൻസ് വിശ്വസിക്കുക അവർ പഠിക്കുന്നുണ്ട്. ഫോണിൽ നോക്കിയാൽ നമുക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാമല്ലോ, പഠിച്ച മാതിരി അഭിനയിക്കാം. പണ്ട് ഈ പറഞ്ഞ മാതിരി ഫോണിലൊക്കെ പ്ലേ ചെയ്ത് വെച്ചിട്ടൊക്കെ ആൾക്കാർ പറ്റിച്ച പോലെയൊക്കെ ചെയ്യാം. പക്ഷേ അതിൻ്റെയൊക്കെ എൻഡ് റിസൾട്ട് വരിക ഇവരുടെ ലൈഫ് സക്സസ്സിലാണ്. ഈ പറഞ്ഞ പോലെ കമ്പനീസിൽ എത്തുന്ന സമയത്ത് ഒരു ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ടൈം ബൗണ്ടഡ് ആയിട്ട് വർക്ക് ചെയ്യാനോ പറയുന്ന സമയത്ത് ഇവർ വളരെയധികം സ്ട്രഗിൾ ചെയ്യും. അവർക്ക് ആ പ്രഷർ താങ്ങാൻ പറ്റില്ല. സോ എഫക്റ്റീവ് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സ്കില്ല് തന്നെയാണ്. അത് പാരൻസിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു കുട്ടി എന്ന് പറഞ്ഞ സ്റ്റേജ് കഴിഞ്ഞ് ഒരു ഫ്രഷറായിട്ടൊക്കെ ജോയിൻ ചെയ്ത ആളാണെങ്കിൽ യു ഹാവ് ടു റിയലി വർക്ക് ഓൺ. ഇതിൻ്റെ കൂടെയാണ് നമ്മൾ ടൈം കില്ലിങ് മെഷീൻസ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പോലുള്ള സാധനങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിനൊന്നുമുള്ള സമയം ഉണ്ടാവില്ല. ഒരു ഡാൻസ് ക്ലാസ്സിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കരാട്ടെ ക്ലാസ്സിൽ നിന്നോ ഒരു കുട്ടി അവിടെ എത്തിക്കഴിഞ്ഞാൽ അടുത്ത പരിപാടി അവിടെ വെയിറ്റിംഗ് ആണെങ്കിൽ ഫോണിന് വേണ്ടിയിട്ട് നമുക്കൊരു മിനിമം ടൈം മാത്രമേ സ്പെൻഡ് ചെയ്യാൻ തോന്നുള്ളൂ. കാരണം അങ്ങനെ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ, ബാക്കി സ്കിൽസ് കൊണ്ട് പിന്നെയും അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അത് അല്ലാതെ പിന്നെ നമ്മളിപ്പോൾ ഒരു ഈസൻഹവർ മാട്രിക്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, കേട്ടിട്ടുണ്ടാവും. അതായത് ഏർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 4 ക്വാഡ്രൻ്റ് ആണ് ഉണ്ടാവുക. അതിൽ നമുക്ക് 4 ടൈപ്പ് ഓഫ് വർക്ക് ഉണ്ടാവും എന്നാണ് പറയാം. ഏർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്, ഏർജൻറ്റ് ബട്ട് നോട്ട് ഇമ്പോർട്ടൻറ്റ്, നോട്ട് ഏർജൻറ്റ് ഇമ്പോർട്ടൻറ്റ്, നോട്ട് ഏർജൻറ്റ് ആൻഡ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ 4 ക്വാഡ്രൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റ് ക്വാഡ്രൻ്റ് ആണ് നോട്ട് ഏർജൻറ്റ് ആൻഡ് നോട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്. ഇത് നമ്മൾ ഒന്നെങ്കിൽ ഒമിറ്റ് ചെയ്ത് കളയേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ മൈൻഡേ ചെയ്യേണ്ടാത്തതാണ്. ഏർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഏറ്റവും ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഏറ്റവും പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ട ക്വിക്ക് ഡിസിഷൻ സംഭവങ്ങളാണ്. ഏർജൻറ്റ് ആണ്. നോട്ട് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാനുള്ള, നമ്മളെന്തെങ്കിലും ഒരു റെസ്യൂമേ അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു സാധനമുണ്ട്, ഒരു കോഴ്സ് കഴിഞ്ഞതിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും, ഇപ്പോൾ ലിങ്ക്ഡിൻ അപ്ഡേറ്റ് ചെയ്യാനുള്ള. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ബട്ട് ഇറ്റ്സ് നോട്ട് ദ നീഡ് ഓഫ് ദി അവർ. പെട്ടെന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. സോ യു ക്യാൻ കീപ്പ് ഇറ്റ് ഫോർ ലേറ്റർ, ഷെഡ്യൂൾ ഇറ്റ് ഫോർ ലേറ്റർ. ആൻഡ് ദർ ആർ ദീസ് തിങ്സ് കോൾഡ് നോട്ട് ഏർജൻറ്റ്, നോട്ട് ഇമ്പോർട്ടൻറ്റ് ബട്ട് ഏർജൻറ്റ്. അങ്ങനത്തെ സാധനങ്ങളുണ്ടാവും. അതായത് ഇപ്പോൾ നിങ്ങളൊരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്, എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കോൾ വരികയാണ്, എടാ ഏർജൻ്റ് ആണ്, ആൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകണം, ഒന്ന് എന്നെ ആക്കി തരുമോ എന്ന് ചോദിക്കുകയാണ്. ബട്ട് ദെൻ യുവർ ഡെഡ് ലൈൻ ഈസ് ഹിയർ, ദിസ് ഇസ് വെരി ഏർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫോർ യു.
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആടാ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ബൈക്കിൽ കയറി പോകും. ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഏർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം അവിടെ പെൻഡിങ് ആയി കിടക്കും, നോ പറയാൻ പറ്റാത്തൊരവസ്ഥ. Okay. ഇവിടെ നോ പറയണം എന്നല്ല ഞാൻ പറയുന്നത്. ഇഫ് ഇഫ് യു സീ സംതിങ് ദാറ്റ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ടു യു ബട്ട് ഇറ്റ്സ് ഏർജൻറ്റ്, യു ക്യാൻ ഡെലിഗേറ്റ് ദ വർക്ക്. Like learning to prioritize അല്ലേ? പ്രയോറിറ്റൈസ്, യെസ്. സോ ഡെലിഗേഷൻ ഇസ് വൺ സച്ച് സ്കിൽ. നമ്മൾ ഡെലിഗേറ്റ് ചെയ്യാൻ പഠിച്ച ആൾക്കാരെ മാനേജറൽ റോളിലേക്ക് കമ്പനീസൊക്കെ സജസ്റ്റ് ചെയ്യുള്ളൂ. ഒരാളെ കൊണ്ട് ആ ഉത്തരവാദിത്തം ചെയ്യിപ്പിക്കാനുള്ള കഴിവ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ എബിലിറ്റി ടു വർക്ക് ഹാർഡ്, ഇറ്റ്സ് അബൌട്ട് ദ എബിലിറ്റി ടു മേക്ക് അതേഴ്സ് വർക്ക്. അതും റൈറ്റ് വർക്ക് റൈറ്റ് ആൾക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള കഴിവ്. ഇതൊക്കെ കമ്പനീസിൽ നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി. അങ്ങനെയുള്ള കഴിവുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കമ്പനിക്ക് വളരെ എളുപ്പമാണ് അല്ലേ. റൈറ്റ് വർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന മാനേജറൽ സ്കില്ലാണത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മളെ ലൈഫിൽ തന്നെയുള്ള ചേഞ്ചസ് വരുത്താനുള്ള ഒരു എഫേർട്ട് എടുക്കണം. അവസാനം എന്ത് പറയുമ്പോഴും നമ്മൾ എത്തുന്നത് സോഫ്റ്റ് സ്കില്ലിലേക്ക് തന്നെയാണ് അല്ലേ? ഏതൊരു കാര്യം പറയുകയാണെങ്കിലും നമുക്ക് വേണ്ടുന്ന ഒരു സോഫ്റ്റ് വേണ്ടത് സ്കില്ലാണ് അവിടെ skill ഡിസ്കസ് തന്നെയാണ്. ചെയ്യപ്പെടുന്നത്. ടൈം മാനേജ്മെന്റ് ഇസ് വൺസ് നമ്മളിപ്പോൾ പറഞ്ഞ Exactly. Yeah. ടൈം മാനേജ്മെന്റിന്റെ കീഴിൽ വരുത്താൻ പറ്റിയ ഒരു ഉം, സ്കില്ലാണ്. ഉം. അപ്പോൾ ഓൺ ടൈം ആവുക എന്നുള്ളത് അങ്ങനത്തെ ഒരു സ്കില്ലാണ്. പിന്നെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഇസ് വൺ സച്ച് സ്കിൽ. നമ്മൾ ചെയ്യുന്ന വർക്കിനോട് നമ്മൾ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത്, ഇപ്പോൾ ഒരു മാത്സ് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആണ്. Yes. അയാൾ ഇപ്പോൾ ഒരു ഫോറൻസിക് ഓഡിറ്റർ എന്ന് പറഞ്ഞൊരു ഇതുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഓഡിറ്റർ തന്നെ ആയിക്കോട്ടെ, ഒരു എക്സ്റ്റേണൽ ഓഡിറ്റർ ആയിട്ട് ഒരു കമ്പനിയിൽ പോകുമ്പോൾ ഇറ്റ്സ് ദ ന്യൂവാൻസസ് ദാറ്റ് ഹി ഓർ ഷി ഹാസ് ടു ടേക്ക് കെയർ ഓഫ്, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടി വരിക. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്താണ് ആ ഓഡിറ്റിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ അവർക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. സോ അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്ന് പറയുന്ന ഒരു സ്കില്ല് അവർ വളരെയധികം വർക്ക് ചെയ്യേണ്ട ഒരു സ്കില്ലാണ്. ചെറിയ കാര്യങ്ങളിൽ പോലും അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു 0 കൂടി പോയാൽ കോടികളാണ് വ്യത്യാസം വരിക, കുറഞ്ഞു പോയാൽ അങ്ങനെ തന്നെയാണ്. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മുടെ ഈ ഒരു ഇന്ത്യൻ സിനേറിയോയിൽ കുട്ടികളുടെ ജോബ് സെലക്ട് ചെയ്യുന്നതാണ്, കോഴ്സ് സെലക്ട് ചെയ്യുന്നതാണെങ്കിലും ഒരു ജോബ് ഏത് വേണം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെലക്ഷനിൽ പേരൻസിന് നല്ലൊരു റോൾ ഉണ്ട്. അതെ. പക്ഷെ ഇതുപോലെ പേരൻസും കുട്ടികളും ഡിസ്കസ് ചെയ്ത് തീരുമാനം എടുക്കുന്നതിൽ കോമൺ ആയിട്ട് റിപ്പീറ്റഡ്ലി അവർ നടത്തുന്ന മിസ്റ്റേക്സ് എന്തെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? ഒരു മിസ്റ്റേക്ക് നമുക്കൊക്കെ അറിയാം അല്ലേ. എന്താ? അതായത് ഞാനത് ആവണമെന്ന് വിചാരിച്ചതായിരുന്നു, അതുകൊണ്ട് ഞാനാവാൻ പറ്റിയില്ല, അതുകൊണ്ട് എൻ്റെ മകനാവണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മകളാവണം എന്ന് പറയുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. പാരൻസ് അത് വളരെയധികം ചെയ്യാറുണ്ട്. പിന്നെ ചിലർ ബ്ലൈൻഡ്ലി ഈ പറഞ്ഞ മാതിരി കുട്ടികൾ പറയുന്നതിനെ വിശ്വസിച്ച് അതിലേക്ക് അവരെ തള്ളി വിടുന്ന ഒരു സിനാരിയോ ഉണ്ട്. എക്സ്ട്രീംസ് രണ്ട് എക്സ്ട്രീംസ് ആണ്. അതെ കുട്ടികൾക്ക് വിട്ടുകൊടുക്കുക അതെ അല്ലെങ്കിൽ അതെ. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചില ക്ലാസ്സിലൊക്കെ പോയിട്ട് പറയുമ്പോൾ ചില പിള്ളേർ ഞങ്ങളോട് പറഞ്ഞു, സാർ ഐ എം സോ പാഷനേറ്റ് അബൌട്ട് ഫുട്ബോൾ. ഞാൻ ഫുട്ബോൾ മാത്രം കളിച്ചാൽ പോരെ, ഞാൻ എന്തിനാണ് സാർ ഇംഗ്ലീഷ് പഠിക്കുന്നത്, ഞാൻ എന്തിനാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്, ഞാൻ നല്ല പ്ലെയറാണ്, ഞാൻ ക്ലബ്ബിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, റൊണാൾഡോ ഒക്കെ അങ്ങനെയല്ലേ പൈസ ഉണ്ടാക്കുന്നത് എന്നോട് ചോദിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് സത്യമാണെങ്കിൽ റൊണാൾഡോയുടെയോ മെസ്സിയുടെയോ കുട്ടികൾ സ്കൂളിൽ പോകാതിരിക്കണം. മനസ്സിലായില്ലേ? അതായത് ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്ത ആൾക്കാർ ഇവർ രണ്ടുപേരാ. ഇവർ രണ്ടുപേരുടെ കുട്ടികൾ പ്രോപ്പർ എഡ്യൂക്കേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ യു ഓൾസോ വിൽ ഹാവ് ടു ടേക്ക് എഡ്യൂക്കേഷൻ. കാരണം ഇത് ഇസ് എ സ്കിൽ. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ആൾ വിപ്രോയിലൊക്കെ കയറിയിട്ട് അവിടുത്തെ വിപ്രോയുടെ ടീമിന് വേണ്ടി ഫുട്ബോൾ കളിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ഹി ഈസ് വർക്കിംഗ് ഫോർ വിപ്രോ. അപ്പോൾ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ജോലിയും കളിയും കൊണ്ടുപോകുന്നു. പാരലലി അവൻ്റെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള MCA കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അവൻ വർക്കും ചെയ്യുന്നു. സോ നോക്കുക, അത്രയും സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ചിലപ്പോൾ ഇഫ് യു ആർ ജസ്റ്റ് എ ഫുട്ബോളർ എന്നുള്ള രീതിയിൽ കിട്ടണമെന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർ അവിടെ എത്തിപ്പെടട്ടെ വിത്ത് എ സ്കിൽ. അതാണ് ഞാൻ ജോബും ഈക്വലി Yes. ബാലൻസ് ചെയ്യുന്നതും is also a skill. It's also a skill. It's a wonderful skill. അത് നമ്മൾ ഒരു ബുക്കിലൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടോ, ഇക്കിഗായ് എന്ന് പറഞ്ഞ ബുക്ക് കേട്ടിട്ടുണ്ടാവും അല്ലേ. Yes, exactly. സോ ഇക്കിഗായ് ഈസ് Learning to understand the purpose of life. the purpose of life, the purpose of being a human എന്നൊക്കെ പറയുന്ന പോലെ അതിനെക്കുറിച്ചിട്ട് ഭയങ്കര ഒരു വലിയ ബുക്ക് തന്നെയാണ് അത്. നമ്മളത് എല്ലാവരും നമ്മളങ്ങനെ ചിന്തിച്ച് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ടേക്ക് സം ബോൾഡ് ഡിസിഷൻസ് ഇൻ യുവർ ലൈഫ്. കാരണം ചില സമയത്ത് ഇറ്റ്സ് മണി ദാറ്റ്സ് ഓൾ മാറ്റേഴ്സ് പറഞ്ഞൊരു സംഭവം വരും ചില ആൾക്കാർക്ക്. Okay. അപ്പോൾ അവിടെ അവർ കുറച്ച് വാല്യൂസ് അതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് പണത്തിന് പിന്നാലെ പോകും. ചില സമയത്ത് അവർ പണത്തിനൊരു വിലയും കൊടുക്കാതെ അവരവരുടെ പാഷന് പിന്നാലെ പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് നമ്മളുടേതായ ഡിഫിക്കൽട്ടീസ് വരും അല്ലേ. പണമില്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോളിസ്റ്റിക്കലി സ്പീക്കിംഗ് യെസ്, നമുക്ക് ഭയങ്കര അങ്ങനെയൊക്കെ പറയാമെങ്കിലും നമുക്കറിയാം എൻ്റെ റിയാലിറ്റി, എല്ലാ മനുഷ്യർക്കും അറിയാം എൻ്റെ റിയാലിറ്റി. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. പിന്നെ ചിലവർ നല്ല സാലറി ഉണ്ടാവും, ഈ പറഞ്ഞ മാതിരി തന്നെ നിങ്ങൾ കുറച്ച് ഇഷ്ടമുള്ളൊരു ജോലിയായിരിക്കും, പക്ഷേ അത് ആ സ്കില്ല് കൊണ്ട് ലോകത്തിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. സോ ഇറ്റ്സ് ഓൾവേസ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ 4 തിങ്സ്. വാട്ട് യു ഷുഡ് ഇറ്റ് ഷുഡ് ബി സംതിങ് ദാറ്റ് യു ലവ് ദ മോസ്റ്റ്. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒന്നായിരിക്കണം.
വാട്ട് ദ വേൾഡ് നീഡ്സ് ആയിരിക്കണം, ലോകത്തിന് ആവശ്യമുള്ള ഒന്നായിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് മണി കമ്മിങ് ഇൻ, ദാറ്റ് ഇറ്റ് ഗെറ്റ് പെയ്ഡ് അല്ലേ. അങ്ങനത്തെ ഒരു ഇങ്ങനെ ഒരു നാലെണ്ണത്തിന് ഒരു കോമ്പിനേഷൻ ആകുമ്പോഴാണ് നമ്മളെപ്പോഴും നമ്മൾ ഇക്കിഗായി മീറ്റ് ചെയ്യാന്ന് പറയാം. അപ്പോൾ നമ്മൾ ആ ഇക്കിഗായിൽ എത്തിയിട്ടില്ലെങ്കിലും അതിൻ്റെ ഏതെങ്കിലും ഒരു മൂന്നെണ്ണത്തിൻ്റെ ഒരു വൊക്കേഷനെങ്കിലുമായിട്ട് ഒരു ആയി തീരുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊരു ലോങ് ടേമിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ യു ടേക്ക് ദി റൈറ്റ് സ്റ്റെപ്സ്, ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്തിട്ട് നമ്മൾ സ്റ്റീവ് ജോബ്സ് പറഞ്ഞ മാതിരി മുന്നോട്ടേക്ക് നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന ഓരോ സ്കില്ലും, നിങ്ങൾ പഠിക്കുന്ന ഓരോ വിഷയവും ഇറ്റ് മേ നോട്ട് മേക്ക് സെൻസ്. അതായത് ഒരു ഡോട്ട് നമ്മൾ പഴയ കളിക്കുടുക്ക പോലുള്ള ബുക്കിൽ നമ്മൾ ഡോട്ട്സ് കണക്ട് ചെയ്ത് ചിത്രം വരയ്ക്കുമല്ലോ. അപ്പോൾ നമ്മൾ മുന്നോട്ടേക്ക് ആ ഡോട്ട് ചിലപ്പോൾ കണക്റ്റഡ് ആവണം എന്നൊരു നിർബന്ധം, കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് അർത്ഥം ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ബട്ട് വൺസ് യു റീച്ച് ദാറ്റ് ഫൈനൽ ഡോട്ട്, യു ലുക്ക് ബാക്ക്, യു വിൽ ഹാവ് എ ബ്യൂട്ടിഫുൾ പിക്ചർ അല്ലേ. അപ്പോൾ നമ്മളെ എല്ലാ ലേണിങ്ങും വിൽ മേക്ക് സെൻസ് വൺ ഡേ. ആള് പറഞ്ഞ ഒരു ചെറിയ കഥ ഉണ്ടല്ലോ, എന്താ ആള് കാലിഗ്രഫി പഠിക്കാൻ പോയൊരു കഥ ഉണ്ട്. കാലിഗ്രഫി പഠിക്കാൻ പോവാന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഫോൺസിനെ കുറിച്ച് പഠിക്കുകയാണ്. വി ആർ ടോക്കിംഗ് അബൌട്ട് എൻ എറ വേർ ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ ഇസ് അബൌട്ട് ടു കം. അപ്പോൾ ആ സമയത്ത് കാലിഗ്രഫി പഠിക്കാൻ പോയപ്പോൾ എല്ലാവരും ചോദിച്ചു പോലും, എന്തിനാണ് താൻ IT ടെക് വേൾഡിലുള്ള ആളെ കാലിഗ്രഫിയോ? അപ്പോൾ ആൾ പറഞ്ഞു ഐ ലവ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചു. ആൻഡ് ദെൻ വെൻ ഹി സെഡ് ദിസ്, മൂപ്പർ പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാൻ ഏറ്റവും ആദ്യത്തെ കമ്പ്യൂട്ടർ മാക്കിൻതോഷ് ലോകത്തിന് പുറത്തേക്ക് വിട്ടപ്പോൾ ലോകത്ത് ആദ്യമായി ഡിഫറെൻറ്റ് ഫോൺസും തരുന്ന ഒരേ ഒരു കമ്പ്യൂട്ടർ അതാണെന്നാണ് പറഞ്ഞത്. സോ ജസ്റ്റ് ഇമാജിൻ, അന്ന് കാലിഗ്രഫി പഠിക്കുമ്പോൾ ഇവിടെ ഈ ഇൻവെൻഷൻ മുന്നിൽ കണ്ടിട്ടല്ല, പക്ഷേ ഓൺ എ ലേറ്റർ സ്റ്റേജ് ഇറ്റ് മെയ്ഡ് സെൻസ് യുനോ. അപ്പോൾ നമ്മൾ തിരിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന എഫേർട്ടൊക്കെ വിൽ മേക്ക് സെൻസ് ഇൻ വൺ വേ ഓർ ദി അതർ. അപ്പോൾ നിങ്ങളിപ്പോൾ ഇഷ്ടമല്ലാത്ത കോഴ്സ് എന്നൊക്കെ പറഞ്ഞ കുട്ടികൾ എന്നോട് പറയാറുണ്ട്, പക്ഷേ അവിടെ നിന്നുള്ള ലേണിങ്ങോ എന്തോ ഒരു സംഭവം നിങ്ങളെ ഭാവിയിൽ നിങ്ങൾ എത്തിപ്പെടാൻ പോകുന്ന മേഖലയെ വളരെയധികം നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന ഒരു ലേണിംഗ് ആയി മാറും. മേ ബി എ പേഴ്സൺ ആവാം, ചിലപ്പോൾ ഒരു നെറ്റ്വർക്ക് ആവാം, ചിലപ്പോൾ ഒരു ടീച്ചർ ആവാം. സോ ദാറ്റ് മീൻസ് ദാറ്റ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പ്രോസസ്സിൽ നിങ്ങൾ 100% ഇൻവോൾവ് ആയിട്ട്, ഒരു കോഴ്സിലാണെങ്കിൽ അത് ജയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിലാണെങ്കിൽ അതിൻ്റെ ബെസ്റ്റ് ഔട്ട്കം വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓൾസോ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഇരിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഐ ഹാവ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എനിക്കൊരു 1 വേർഡ് ആൻസർ. നമ്മുടെ ലൈഫ് തന്നെ അത് അടിപൊളിയാക്കാൻ പറ്റുന്ന ഒരു സ്കിൽ. ഒരു സോഫ്റ്റ് സ്കിൽ ആയിരിക്കും അല്ലേ ചോദിച്ചത്? എന്താണ്? സോ ഐ വുഡ് ഓൾവേസ് സേ ആക്റ്റീവ് ലിസണിങ്. ആക്റ്റീവ് ലിസണിങ് എന്ന് ഞാൻ പറയാൻ കാരണം, ഇമാജിൻ മാളവിക ഈസ് ടോക്കിംഗ് ടു മീ ആൻഡ് ദെൻ ഞാൻ ഇവിടെ നിന്നിട്ട് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതിന് പകരം ഐ എം ജസ്റ്റ് യൂസിങ് മൈ ഫോൺ, അല്ലെങ്കിൽ ഞാൻ മുഖത്തേക്ക് നോക്കുന്നില്ല. ഹൗ വുഡ് യു ഫീൽ ടോക്കിംഗ് ടു മീ? വുഡ് യു തിങ്ക് നമുക്ക് ഇതേപോലുള്ള ഒരു ഹെൽത്തി കോൺവെർസേഷൻ പറ്റില്ല? യു വിൽ ഓട്ടോമാറ്റിക്കലി ഫീൽ ലൈക്ക് ഒരു ഓക്വേർഡ്നെസ് അവിടെ ഫീൽ ചെയ്യും. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരുവിധം മേജർ ഡിസിഷൻസ് ആയിക്കോട്ടെ, ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, കോൺവെർസേഷൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ ഐദർ ഫോണിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും മൾട്ടി ടാസ്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലൂടെയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഡിസിഷനെയൊക്കെ ഇത് വളരെയധികം ബാധിക്കുന്നുണ്ട്. അതായത് അതൊരു നല്ലൊരു റിലേഷൻഷിപ്പിൽ മുതൽ ഒരു കമ്പനിയിലുള്ള ഒരു പെർട്ടിക്കുലർ റോളിൽ വരെ ഇതിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രൊഫഷണൽ പേഴ്സണൽ ലൈഫിനെയൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആക്റ്റീവ് ലിസണിങ് ആണ്. ഇഫ് യു ഹാവ് എ പേഴ്സൺ ടു ലിസൺ ആൻഡ് ഇഫ് യു ആർ ദാറ്റ് പേഴ്സൺ ഹൂ ലിസൺസ്, നമുക്ക് ആ ഒരു വ്യത്യാസം ജീവിതത്തിൽ വളരെയധികം മനസ്സിലാവും. അതായത് പീപ്പിൾ വുഡ് ജസ്റ്റ്, നിങ്ങൾ അങ്ങനത്തെ ആളായിരിക്കും ചില ആൾക്കാർ, പീപ്പിൾ വുഡ് ജസ്റ്റ് കം ലുക്ക് ഫോർ യു ടു ടോക്ക് ടു യു സോ ദാറ്റ് they don't need an answer, they just need somebody who gives attention while they speak. ഈ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ, ലിസണിങ് എന്ന് പറയുന്ന ഒരു മേജർ ഘടകം കമ്മ്യൂണിക്കേഷനിൽ ആരും മൈൻഡ് ചെയ്യാത്തൊരു സാധനമാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർ പറയുക സ്പീക്കിംഗ് ആണെന്ന്. ബട്ട് ഇഫ് സംബഡി ഈസ് നോട്ട് ലിസണിങ്, ദെൻ വാട്ട്സ് ദ പോയിന്റ് ഓഫ് സ്പീക്കിംഗ്? സോ ആക്റ്റീവ്ലി ലിസൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അതിനെ കാര്യമായി മനസ്സിലാക്കി, നമ്മളെ ബോഡി ലാംഗ്വേജിൽ ആ ആക്റ്റീവ്നെസ് കാണിച്ച്, നമ്മൾ റൈറ്റ് ക്വസ്റ്റ്യൻസ് തിരിച്ച് ചോദിച്ച്, ഇറ്റ്സ് ഓൾവേസ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ ദിസ് തിങ്സ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഒരു ഹാബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് സംസാരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഇഷ്ടപ്പെടും. ഇത് ഫേക്ക് ചെയ്യാനല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഇത് ആക്റ്റീവ്ലി തന്നെ നമ്മൾ ചെയ്യണം, ജെന്യുവൻലി ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഓരോ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ് കൂടും. നിങ്ങളുടെ ഒരു ഏരിയ ഓഫ് നെറ്റ്വർക്ക് വളരെയധികം വലുതാവും. ആൻഡ് ദെൻ ദ പീപ്പിൾ ദാറ്റ് റിമെമ്പേഴ്സ് യു
they say, yeah, that's a great person, because അവരുടെ മെമ്മറിയിൽ അവരെ നല്ലോണം കേട്ട ഒരു Yeah. വ്യക്തിയാണ് നിങ്ങൾ. സോ ദാറ്റ്സ് ദ സ്കിൽ സോ ദാറ്റ് ഇത് ഐ വാസ് പ്രൊഫഷണൽ ലൈഫിൽ മാത്രമല്ല, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ സോഫ്റ്റ് സ്കിൽസ് പേഴ്സണൽ ലൈഫിൽ മാത്രമാണ്. അതായത് മാരേജ് മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു മാരേജ് ആയിക്കോട്ടെ, പാരൻറ്റിങ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, നമുക്കറിയാം മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഒരു പരിധി വരെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. പക്ഷെ അത് റിസോൾവ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്നത് ആസ് എ പാരൻ്റ് ആയാലും ഇപ്പോൾ ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ കാലഘട്ടമാണെന്നൊക്കെ പറയുന്നേക്കാം. പക്ഷെ ആ ഈഗോ ഹേർട്ട് ആവാതെ ഞാൻ എൻ്റെ സോറി പറയാനുള്ളൊരു മനസ്സ് കാണിക്കുക, താങ്ക് യു പറയാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ സോഫ്റ്റ് സ്കിൽസ് ഇഫ് ഇറ്റ്സ് റൈറ്റ്ലി കമ്പൈൻഡ്, just the great leaders, just think of the great leaders, they are people who noticed the very common man. മനസ്സിലായോ? അല്ലാതെ ഈ ഗ്രേറ്റ് ലീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആൾക്കാരുടെ ഇടയിൽ മാത്രം ജീവിച്ചു വന്നതല്ല. സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ച ആൾക്കാരെയാണ് നമ്മൾ ഇന്ന് ഓർത്ത് വെക്കുന്ന ലീഡേഴ്സ്. അപ്പോൾ അവർ എക്സിബിറ്റ് ചെയ്ത സ്കിൽസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ ഇങ്ങനെയുള്ള സ്കിൽസ് കാണിച്ചതിലൂടെയാണ് അവരിന്നും മനുഷ്യരെ ഓർത്ത് വെക്കുന്നത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദെയർ ഡിഗ്രീസ് ഓർ എനി ഓഫ് ദ ക്വാളിഫിക്കേഷൻസ് ദാറ്റ് ദേ ഹാഡ്. So remember just that. like the ultimate statement, communication is the key. It's the key, yes. Communication altogether. നിങ്ങൾ ഈ പറഞ്ഞ ഇതിനെ എക്സിബിറ്റ് ചെയ്യുന്നതും നമ്മളിത് ഒരു മനഃപൂർവ്വമായി ഡെലിബറേറ്റ് പ്രാക്ടീസ് എന്ന് തന്നെ ഇതിനെ പറയും. അതായത് നമുക്ക് പുതിയൊരു സ്കില്ല് മനുഷ്യന് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ബ്രെയിൻ ആക്ച്വലി അറ്റ് ഈസ് ആയിരിക്കണം. നമുക്കൊരു പുതിയ സ്കില്ലായിക്കോട്ടെ, ഇപ്പോൾ അഡൾട്ട് ഇംഗ്ലീഷ് ലേണിംഗ് മെത്തഡോളജി ആൻഡ്രഗോജി എന്ന് പറയും. അതിൽ നമ്മൾ ലാംഗ്വേജ് ലേണിങ്ങിനെ നമ്മൾ ഇരുത്തിയിട്ട് ഞാൻ ഗ്രാമർ കുറേ പഠിപ്പിക്കുന്നു. ആൻഡ് ദെൻ ഇഫ് ഐ ആസ്ക് ദം ടു റിപ്പീറ്റ് ദ ഗ്രാമർ സ്റ്റേറ്റ്മെൻറ്റ്സ്, പിന്നെ ഞാനൊരു പരീക്ഷ നടത്തുന്നു, ദേ കനോട്ട് റിപ്ലിക്കേറ്റ് ദ സെയിം ഇൻ എ സോഷ്യൽ സിനാരിയോ. നോ, അത് പറ്റില്ല. മനുഷ്യനായ ഒരു വലുതായൊരു മനുഷ്യൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ അവൻ്റെ മൈൻഡ് അറ്റ് ഈസ് ആയിരിക്കണം. എങ്ങനെ അവൻ പഠിച്ചു വെച്ച ഒരു സാധനത്തിനെ അവൻ ഡെലിബറേറ്റ് പ്രാക്ടീസിന് വേണ്ടി ട്രൈ ചെയ്യണം. സോ വാട്ട് ഈസ് ഡെലിബറേറ്റ് പ്രാക്ടീസ്? ഞാൻ ഇന്നൊരു സാധനം, ഞാൻ ഇന്ന് സമൂഹത്തിലൊന്ന് ഇംഗ്ലീഷ് പറഞ്ഞു നോക്കും, ഞാൻ ഇന്ന് നല്ലോണം ആക്റ്റീവ്ലി ഒന്ന് ലിസൺ ചെയ്യാൻ ശ്രമിക്കും, ഞാൻ ഇന്ന് നല്ലൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഞാനൊരു എഫേർട്ട് എടുക്കും എന്നുള്ള പോലെയുള്ള ഡെലിബറേറ്റ് പ്രാക്ടീസ് കുറേ തവണ ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് എ ഹാബിറ്റ്. സോ ദാറ്റ് ഈസ് ദ ഓൺലി വേ. ഇത് അടിയിൽ ചോന്ന വരേനെ കൊണ്ട് നമുക്ക് അണ്ടർലൈൻ ചെയ്ത് പറയാം, ദിസ് ഇസ് ദി ഓൺലി വേ ടു ഇംപ്രൂവ് യുവർ സെൽഫ്. അത് ഏത് സ്കില്ലായിക്കോട്ടെ, നിങ്ങൾക്ക് ഏത് സ്കില്ലായാലും ഈ ഡെലിബറേറ്റ് പ്രാക്ടീസ്, നമ്മൾ എന്ത് ആർട്ടോ അല്ലെങ്കിൽ എന്ത് മാർഷൽ ആർട്സോ ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഡെലിബറേറ്റ്ലി നമ്മൾ പ്രാക്ടീസ് ചെയ്ത സാധനം പിന്നെ നമ്മളതിൽ മാസ്റ്റർ ആവുന്നില്ലേ. പക്ഷേ ഇപ്പോൾ ഉള്ള സൊല്യൂഷൻ അതായത് ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ രീതിയിൽ എല്ലാതും കൂടെ കിട്ടുന്ന ഒരു സ്ഥലം എവിടെയും കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. ഒരു റൈറ്റ് കമ്മ്യൂണിറ്റി അധിക പേർക്കും ഈ തിരക്കിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. യെസ്. അപ്പോൾ നമ്മൾ തന്നെ ആ കമ്മ്യൂണിറ്റിയായി മാറുക. നമ്മുടെ ക്ലോസ് സർക്കിളിൽ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഇതേ പേർപ്പസിന് വേണ്ടിയിട്ട് കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് ഞാൻ കുട്ടികളോടൊക്കെ പറയും, നിങ്ങൾ ഏറി വന്നാൽ 3 ആൾ അല്ലെങ്കിൽ 4 പേരുടെ ഒരു ടീം മാത്രമാവുക. ചിലപ്പോൾ ഒരു 5ാമൻ വന്നിട്ട് പറയും, ഓ അതാ സായിപ്പിൻ്റെ മക്കൾ വന്നു പറയും. അതോടെ പഠനം അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആ റൈറ്റ് കോസ് അഡ്രസ്സ് ചെയ്യാൻ വിചാരിച്ച ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഫൈൻഡ് ദ റെസ്റ്റ് 3-4 പേര് മാത്രം സീക്രട്ടായിട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ഒരു ദിവസം രാവിലെ ഇംഗ്ലീഷിൽ ശ്രീദേവി പറയുന്ന മാതിരി എഴുന്നേറ്റുന്നുണ്ട് ക്ലാസ്സിൽ സംസാരിക്കുക. അന്നേ അറിയാൻ പാടുള്ളൂ ആൾക്കാർ ദാറ്റ് യു ആർ ലേണിംഗ്, യു ആർ ഇൻ ദിസ് പ്രോസസ് എന്നുള്ളത്. അല്ലാതെ നമ്മളിതിനെ കുട്ടിഘോഷിച്ച് നടന്നോ അല്ലെങ്കിൽ നമ്മൾ പോയി വേറെ എവിടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. സോ ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് ദാറ്റ് ഗ്രിറ്റ്. അഗെയിൻ ഐ എം യൂസിങ് ദാറ്റ് വേർഡ് ഗ്രിറ്റ്. ആ ഒരു മൈൻഡ് സെറ്റുള്ള 3-4 പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എല്ലാ ബിസിനസ്സുകളും എല്ലാ എംപയേഴ്സും ബിൽഡ് ചെയ്തത് ഇതേപോലെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഓഫ് സ്കിൽസ് ആണ്, ആൾക്കാരുമാണ്. സോ ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. സോ ഫൈനൽ ക്വസ്റ്റ്യൻ, നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരൻസും ഉണ്ടാവും, കുട്ടികളും ഉണ്ടാവും. പേരൻസിനോടും കുട്ടികളോടും പറയണം എന്ന് തോന്നുന്ന എന്തെങ്കിലും ഉണ്ടോ? പാരൻസിനോട് പറയാനുള്ളത് ഞാൻ വേറെ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ യുവാക്കളെ അല്ലെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് ജനറേഷനെ നിങ്ങൾ പുച്ഛിക്കരുത്. നിങ്ങൾ പുച്ഛിക്കാൻ തുടങ്ങുന്നതാണ് നിങ്ങളുടെ വാർദ്ധക്യത്തിൻ്റെ തുടക്കം എന്നാണ്. ബിക്കോസ് ഐ പേഴ്സണലി ഡീൽ വിത്ത് എ ലോട്ട് ഓഫ് കിഡ്സ് നൗ ഡേയ്സ് ആൻഡ് ഐ ലേൺ എ ലോട്ട് ഓഫ് സ്റ്റഫ് ന്യൂ ഡേയ്സ്. അതായത് ഈ അടുത്തൊരുത്തം വന്ന് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അവൻ ക്യാമറയിലേക്ക് നോക്കില്ല, അവൻ ഇങ്ങോട്ട് നോക്കിയിട്ട് എന്നെ നോക്കി നിൽക്കുക, ഞാനാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ പറയാം അങ്ങോട്ട് നോക്കുമെന്ന് പറഞ്ഞു. അല്ല, ഇത് സെൽഫിയാണ്, കാൻഡിഡ് അല്ല, ഇത് സെൽഫിയാണ്. പക്ഷേ ദാറ്റ്സ് ഹൗ ദേ ടേക്ക് സെൽഫീസ് നൗ ഡേയ്സ്. ദ ഗൈ ഹൂസ് ടേക്കിംഗ് will not show the face. This is how he'll stand in the picture. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ദൈവം ഇത് ഞാൻ അറിയില്ലല്ലോ. അത് this is a very recent update that I got. അപ്പോൾ ഇതുപോലെ നമ്മൾ അവരിൽ നിന്ന് പഠിച്ചിട്ട് നമ്മൾ അങ്ങനെ സെൽഫി എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഇനി അത് കണ്ടു കഴിഞ്ഞാൽ എടാ നിന്റെ മുഖം കാണാണ്ട് എന്താ പറഞ്ഞ ചീത്ത പറയാതെ, you be one among them, you try to be one among them.
ആൻഡ് ദെൻ കുട്ടികളോട് പറയാനുള്ളത് എല്ലാ ജനറേഷനും പോലുള്ള ഒരു ജനറേഷൻ തന്നെയാണ് നിങ്ങൾ. അതായത് എല്ലാവർക്കും അതാത് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ബട്ട് ദെൻ ഈ കാലഘട്ടത്തിലേക്ക് വന്ന സമയത്ത് ഇത് കുറച്ചും കൂടി സോഷ്യൽ മീഡിയ എല്ലാവരുടെ അടുത്തും പറയുന്നതിനെ കൊണ്ടും പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് കിട്ടുന്നുള്ളതിനെ കൊണ്ട് ഇതെല്ലാവരും സംസാരിക്കുന്നതെന്നേ ഉള്ളൂ. സോ യു ആർ നോട്ട് എൻ എൻറ്റയർലി ഡിഫറെൻറ്റ് സ്പീഷീസ്, ഏലിയൻ സ്പീഷീസ് ആയിട്ടൊന്നും അവനവനെ കാണണ്ട. ജസ്റ്റ് കമ്മിറ്റ് ടു യുവർ കോസസ്, യു വിൽ ഫൈൻഡ് സംതിങ് വർത്ത് ഇറ്റ്. നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് സാധനങ്ങളോ കുറച്ച് വാല്യൂസോ ഒക്കെ നിങ്ങൾക്ക് വർത്തായിട്ട് തോന്നുന്നതിനെ നിങ്ങൾ റൂൾ ഓഫ് തമ്പായിട്ട് വെക്കുക. നിങ്ങൾ അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നവരാണ് ചെയ്യുക, അല്ലെങ്കിൽ സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് ഫോർ ദാറ്റ്. എന്നിട്ട് ജസ്റ്റ് ഗോ ഹെഡ്, യു വിൽ ഫൈൻഡ് യുവർ പേർപ്പസ്. ദാറ്റ്സ് ഓൾ ഐ ഹാവ് ടു സേ. യെസ്. ബേസിക്കലി സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്ന ഒരു വൈഡ് ഏരിയ തന്നെയാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഈ ഒരു പോഡ്കാസ്റ്റിൽ ഈവൻ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഡിസ്കസ് ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. അതിലിപ്പോൾ മോട്ടിവേഷൻ വന്നിട്ടുണ്ട്, സോഫ്റ്റ് സ്കിൽസ് വന്നിട്ടുണ്ട്, പേരൻ്റൽ ഗൈഡൻസ് വന്നിട്ടുണ്ട്. ഇത്രയും സമയത്തിനുള്ളിൽ ഇത്രയും എൻലൈറ്റൻ ചെയ്യുന്ന തരത്തിലുള്ള ഇൻസൈറ്റ്സ് തന്നതിന് താങ്ക് യു സോ മച്ച്. Thank you so much, Malavika, for being wonderfully good at communicating. താങ്ക് യു. And we all are in this journey Yeah. of helping this generation and the one നമ്മളിപ്പോൾ ഇത്രയും നേരം കുട്ടികളെ കൊണ്ട് പറഞ്ഞു. But I personally know people who are in this managerial roles who don't know how to manage stuff. Yes. And they are in a turmoil. കാരണം അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത് ആരോടും പറയാൻ പോലും പറ്റില്ല. ബിക്കോസ് they have reached the height that others dream of reaching. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ സ്കിൽസ് ഇല്ലാത്തതിനെ കൊണ്ടും. ഈ പറഞ്ഞ ഞാനും കുറേ സംഭവങ്ങൾ ലാക്ക് ചെയ്യുന്നുണ്ടാവും. അത് എനിക്ക് എൻ്റെ മുകളിലുള്ളവരോ എൻ്റെ കൂടെയുള്ളവരോ പറഞ്ഞു തരുമ്പോൾ ഞാൻ കറക്റ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ ആ മൈൻഡ് സെറ്റിൽ എല്ലാവരും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ the world is going to be a very beautiful Beautiful place. place. Yes. Yes. So let's grow together Yes, and let's sure. build together. Yes, sure. Thank Okay. you so much. Bye. Thank you. Sure.